എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. ലോ അക്കാദമി സമരം സംഘർഷഭരിതവും ഉദ്വേഗജനകവും. പെട്രോൾ ഒഴിച്ച് സമരക്കാരുടെ ആത്മഹത്യാ ഭീഷണി. മരമുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ABVP പ്രവർത്തകനെ താഴെയിറക്കി. ഭൂപ്രശ്നത്തിൽ നടപടി വേഗത്തിലാക്കാൻ റവന്യൂ മന്ത്രി. ക്യാമ്പസിലെ ലക്ഷ്മി നായരുടെ ഹോട്ടൽ KSU പൂട്ടിച്ചു. DGP ജേക്കബ് തോമസിന് വിജിലൻസ് കോടതിയുടെ ക്ലീൻ ചിറ്റ്. തുറമുഖ വകുപ്പിലെ അഴിമതി ആക്ഷേപത്തിൽ അന്വേഷണം വേണ്ട. ഡ്രഡ്ജർ വാങ്ങിയതിൽ ക്രമക്കേടില്ല. KM എബ്രഹാമിന്റെ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചില്ല. ശശികല തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്നതിൽ അനിശ്ചിതത്വം. സത്യപ്രതിജ്ഞയ്ക്ക് സമയം അനുവദിക്കാതെ ഗവർണർ. ശശികലയെ ജനത്തിന് വേണ്ടെന്ന് ദീപ ജയകുമാർ. പാർട്ടിയിൽ അതൃപ്തി പുകയുന്നു. ജയലളിത അക്രമത്തിനിരയായി എന്ന് മുൻ സ്പീക്കർ പാണ്ഡ്യൻ. അഴിമതി വിരുദ്ധ പോരാട്ടം നടത്തിയതിന് തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് നരേന്ദ്രമോദി. എന്തും നേരിടാൻ തയ്യാർ. അഴിമതിക്കാർ വരിവരിയായി ജയിലിൽ പോകാൻ തയ്യാറാകുക. രാഹുൽ ഗാന്ധിക്ക് രൂക്ഷ പരിഹാസം. ഭവാനി നദീജല തർക്കത്തിൽ തമിഴ്നാടിന് തിരിച്ചടി. പുഴയിൽ കേരളം തടയണ പണിയുന്നത് തടയണമെന്ന ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. കേസിൽ മാർച്ച് അവസാന വാരം മുതൽ ദൈനംദിന വാദം കേൾക്കുമെന്ന് സുപ്രീം കോടതി. ലോ അക്കാദമി സമരം അങ്ങേയറ്റം സംഘർഷഭരിതമായി. ABVP പ്രവർത്തകൻ മരത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോൾ മറ്റൊരു പ്രവർത്തകൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചത് സ്ഥലത്ത് പരിഭ്രാന്തിയുണ്ടാക്കി. അക്കാദമിക്ക് മുൻപിൽ നടന്ന 2 ആത്മഹത്യാശ്രമങ്ങളും യഥാസമയം പോലീസും അഗ്നിശമന സേനയും ഇടപെട്ട് പരാജയപ്പെടുത്തി. എങ്കിലും പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞത് കൂടുതൽ സംഘർഷത്തിനിടയാക്കി. ലോ അക്കാദമി സമരം 29 ദിവസം പിന്നിടുമ്പോൾ വിദ്യാർത്ഥി പ്രക്ഷോഭം ശക്തമാകുന്നു. സമരം തെരുവിലേക്ക് മാറ്റിക്കൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിന്റെ രീതി തന്നെ മാറ്റി. നാടകീയമായ രംഗങ്ങൾക്കാണ് ഇന്ന് ലോ അക്കാദമി സാക്ഷ്യം വഹിച്ചത്. ഡോക്ടർ ലക്ഷ്മി നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ABVP പ്രവർത്തകൻ മരത്തിനു മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകൻ ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ചാണ് തന്റെ പ്രതിഷേധം അറിയിച്ചത്. മണിക്കൂറോളം നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ഫയർഫോഴ്സും പോലീസും ചേർന്ന് മരത്തിന് മുകൾ കയറി വിദ്യാർത്ഥിയെ താഴെ ഇറക്കിയത്. ഈ സമയം പ്രതിഷേധിച്ച പ്രവർത്തകർക്ക് നേരെ ഫയർഫോഴ്സ് വെള്ളം ചീറ്റിയത് സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഇതിനിടെ കോൺഗ്രസ് MLA K മുരളീധരന്റെ സമരപന്തലിന് സമീപത്തു നിന്ന് പ്രവർത്തകൻ സ്വന്തം ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചു. എന്നാൽ ഫയർഫോഴ്സ് ഇടപെട്ട് കൃത്യസമയത്ത് പ്രവർത്തകന്റെ ദേഹത്ത് വെള്ളമൊഴിച്ചതിനാൽ വൻ അപകടം ഒഴിവായി. ഈ പ്രവർത്തകനെ പിന്നീട് പോലീസ് ഇടപെട്ട് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിൽ കോപാകുലരായ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലെറിഞ്ഞു നടത്തി. സംഘർഷാവസ്ഥ അല്പസമയം കൂടി നീണ്ടുനിന്നെങ്കിലും VM സുധീരൻ അടക്കമുള്ള നേതാക്കളെത്തി പ്രവർത്തകരെ സമാധാനിപ്പിച്ച ശേഷം സംഘർഷാവസ്ഥയ്ക്ക് അല്പം അയവ് വന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ജ്യോതികുമാർ, ചാമക്കാല A റഹീം, ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥിനി ആര്യ ജോൺ, BJP വക്താവ് JR പത്മകുമാർ, ആം ആദ്മി പാർട്ടി സംസ്ഥാന കൺവീനർ CR നീലകണ്ഠൻ എന്നിവർ. ആദ്യം ശ്രീ A റഹീം, താങ്കളും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ പൊതുരാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരാളാണല്ലോ. 28 ദിവസമായി ലോ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുകയാണ്. ആ സമരം ഇന്ന് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഭാഗ്യം കൊണ്ട് 2 വിദ്യാർത്ഥികൾക്ക് ജീവാപായം ഉണ്ടായില്ല എന്ന് നമുക്ക് ഈ നിമിഷം പറയാനാകും. ഇനിയെങ്കിലും ഈ വിഷയം പരിഹരിക്കാൻ നിസ്സംഗത വെടിഞ്ഞ് കർക്കശമായ നിലപാട് സർക്കാർ സ്വീകരിക്കേണ്ടേ? ഈ ഉറങ്ങുന്നവരെ ഉണർത്താൻ എളുപ്പമാണ്, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഒന്നും ചെയ്യാനാവില്ല. ഇപ്പോൾ ഇന്നത്തെ സർവകലാശാലയുടെ ഇന്നലത്തെ സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ കൊടുത്ത വാർത്ത അവിടെ നിൽക്കട്ടെ, പക്ഷേ സർവകലാശാലയുടെ ഔദ്യോഗിക പത്രക്കുറിപ്പ് നിങ്ങളുടെ ചാനലിലും കിട്ടിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാനത് വായിക്കാം, വളരെ കുറച്ചേ ഉള്ളൂ. ലോ അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ P ലക്ഷ്മി നായരെ പരീക്ഷാ ജോലികളിൽ നിന്നും മാറ്റുന്നതടക്കമുള്ള സർവകലാശാല നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടും പ്രിൻസിപ്പൽ സ്ഥാനത്ത് ലക്ഷ്മി നായർ 5 വർഷത്തേക്ക് തുടരില്ല എന്നറിയിച്ചുകൊണ്ടും ഇന്നലെ ലോ അക്കാദമി മാനേജ്മെൻറ്റിൽ നിന്നും ലഭിച്ച കത്ത് സ്വീകരിച്ച് തുടർ നടപടികൾ എടുക്കാൻ ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. മതിയായ യോഗ്യതയുള്ള ഒരാളെ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് നിയമിക്കാൻ ലോ അക്കാദമി മാനേജ്മെൻറ്റിന് നിർദ്ദേശം നൽകും. സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ടിന്മേലുള്ള നടപടികൾ ത്വരിതപ്പെടുത്താനുള്ള സർക്കാർ നിർദ്ദേശം നടപ്പിലാക്കും. ലോ അക്കാദമി പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി P നായരുടെ ബിരുദം സംബന്ധിച്ച ആരോപണത്തിന്മേൽ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ M ജീവൻലാൽ അവതരിപ്പിച്ച പ്രമേയം സിൻഡിക്കേറ്റ് പരീക്ഷാ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടാനും തീരുമാനിച്ചു. ഇതാണ് ഇന്നലെ സർവകലാശാലയുടെ തീരുമാനം.
ഈ തീരുമാനത്തിനപ്പുറത്ത് എന്താണ് കേരളത്തിലെ ഗവൺമെൻറ്, കേരളത്തിൻ്റെ സർവകലാശാല ചെയ്യേണ്ടത്? വിദ്യാർത്ഥികൾ ഓരോ ഘട്ടത്തിലും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ പ്രിൻസിപ്പൽ മാറണമെന്നതാണ്. പ്രിൻസിപ്പൽ മാറണമെന്ന് കുട്ടികൾ ഉന്നയിച്ച കാരണങ്ങൾക്ക് ന്യായവുമുണ്ട്. തീർച്ചയായും അവരുടെ ഭാഗം പൂർണ്ണമായും ന്യായമാണ്. അത് ഞങ്ങൾക്കും ബോധ്യപ്പെട്ടതാണ്. മാറ്റി നിർത്തിയിരിക്കുന്നു. പുതിയ പ്രിൻസിപ്പളിനെ അടിയന്തരമായി നിയമിച്ച് സർവകലാശാലയിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് തീരുമാനമെടുത്തിരിക്കുന്നു. നേരത്തെ ഉണ്ടാക്കിയ മാനേജ്മെൻറ്റ് ഇത് സംബന്ധിച്ച് നേരത്തെ ചില സംഘടനകൾ കൊടുത്ത ഉറപ്പ് ഇന്നലത്തെ ദിവസത്തോടു കൂടി ഔദ്യോഗിക രേഖയായി മാറി, സർവകലാശാലയുടെ രേഖയായത് മാറി. ഇനിയും ഇതിനപ്പുറത്ത് ഈ നടക്കുന്നതെല്ലാം ഒരു വിമോചന സമരത്തെ ഓർമ്മിപ്പിക്കുന്ന മഴവിൽ സഖ്യങ്ങൾ ഉണ്ടാക്കി കേരളത്തിൽ കലാപമുണ്ടാക്കുന്നതിനുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ്. ശരി, ആ പോയിന്റിലേക്ക് ഞാൻ കടന്നെത്താം. ശ്രീ എ റഹീം, ലോ അക്കാദമി ലോ കോളേജിലെ വിദ്യാർത്ഥികളുടെ നിലപാട് എന്താണെന്ന് അറിയണം. കുമാരി ആര്യ, നിങ്ങൾ സമരത്തിന് ആധാരമായി ഉന്നയിച്ച വിഷയം പരിഹരിക്കപ്പെട്ടല്ലോ. അതിപ്പോൾ ഔദ്യോഗിക രേഖയാണ്. അതിൻ്റെ സാങ്ക്ടിറ്റി എന്ത് എന്ന് ചോദിക്കേണ്ട സാഹചര്യമില്ല. സർവകലാശാലയെ നിങ്ങളുടെ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് രേഖാമൂലം ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. സർവകലാശാല അത് അംഗീകരിച്ചിട്ടുണ്ട്. പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കാൻ സർവകലാശാല കോളേജിന് നിർദ്ദേശം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ പ്രിൻസിപ്പാളിനെ മാറ്റുക എന്ന ആവശ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ രാജി തുടങ്ങിയ സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ. സ്വാഭാവികമായും വിദ്യാർത്ഥികൾ ഈ വേളയിൽ സമരം അവസാനിപ്പിക്കേണ്ടതല്ലേ? ഇപ്പോൾ ലോ അക്കാദമിക്ക് മുൻപിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പങ്കാളിത്തമുണ്ടോ? നിങ്ങളുടെ പിന്തുണയുണ്ടോ? ഒരിക്കലുമില്ല. ലോ അക്കാഡമിയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ വിദ്യാർത്ഥി സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നൊരു വിദ്യാർത്ഥി മരത്തിൻ്റെ മുകളിൽ കയറുക ആത്മഹത്യാ ഭീഷണി മുഴക്കുകയൊക്കെ ഉണ്ടായി. പക്ഷേ ഒരിക്കലും ഇത് ഞങ്ങൾ ആരും അറിയാതിരുന്ന ഒരു കാര്യമാണ്. പെട്ടെന്നാണ് സംഭവിച്ചത്. ശരിക്കും ഞങ്ങളുമൊക്കെ പെട്ടെന്ന് അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലായിരുന്നു കാര്യങ്ങളുടെ പോക്ക്. പിന്നെ പ്രിൻസിപ്പളിനെ മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. അതിൽ തികച്ചും സന്തോഷമുണ്ട്. 5 വർഷത്തേക്ക് പ്രിൻസിപ്പൽ മാറി നിൽക്കുന്നു എന്നുള്ളത്. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഈ കോളേജ് അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇതേ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ 5 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും തിരിച്ചു വരുമ്പോൾ ഇതേ കുട്ടികളുടെ ഭാവി അവതാളത്തിലാകുമെന്നുള്ള പേടിയാണ് ഞങ്ങളെ കൊണ്ട് 5 വർഷത്തേക്കെന്നുള്ള കാലാവധി മാറ്റി കംപ്ലീറ്റായി ഈ പ്രിൻസിപ്പളിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന ഒരു നടപടിയിലേക്ക് പോകണം എന്ന് ഞങ്ങളുടെ ആവശ്യത്തിന് കാരണം. ഇതിന് വളരെയധികം ന്യായമുണ്ട് ഞങ്ങളുടെ ഭാഗത്ത്. കാരണം ഈ പ്രിൻസിപ്പൾ തന്നെ അധ്യാപികയായിരുന്ന സമയത്ത്, എൻ്റെ ഊഹം ശരിയാണ്, 2011 ഇതുപോലെ തന്നെ SFI മാത്രം നടത്തിയ ഒരു സമരം. ആ സമരത്തിൻ്റെ ഭാഗമായി കുറച്ച് കാലയളവിലേക്ക് ഈ പ്രിൻസിപ്പൽ മാറി നിന്നിരുന്നു. ഇതുപോലെ തന്നെ മാറ്റി നിർത്തിയിരുന്നു. ഈ മാറ്റി നിർത്തലിന് ശേഷമാണ് ഈ പ്രിൻസിപ്പളായി പിന്നീട് കടന്നു വരുന്നത് ഈ 6 വർഷം. അതായത് ഈ മാറി നിന്ന അത്രയും കാലയളവിൻ്റെ എല്ലാ റിവഞ്ചുകളും എടുത്തിട്ടാണ് പിന്നെ ഈ 6 വർഷം കുട്ടികളെ കഠിനമായി പീഡിപ്പിച്ചത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രിൻസിപ്പൾ ഇനി തിരിച്ചു വരുന്ന ഒരു സമയത്ത് ഇപ്പോൾ ചോദ്യം വരും, നിങ്ങൾ പഠിച്ചിറങ്ങുമല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? ശരിയാണ്, ഞാനുൾപ്പെടെ എനിക്കിനി 2 മാസം കൂടെ ഉള്ളൂ. ഞങ്ങൾ പക്ഷേ കൺസേൺ ഉള്ളത് ഞങ്ങൾക്ക് ഇനി വരുന്ന കുട്ടികളെയും കൂടെ ഒരു ഭാവി വെച്ചിട്ടാണ് ഞങ്ങൾ അത് സമ്മതിച്ചു ആര്യ. അതെങ്ങനെ സാധിക്കും? അതിന്റെ പ്രായോഗികമായ തലം കൂടി നിങ്ങളെ പോലെയുള്ള നിയമം അറിയുന്ന 5 വർഷം നിയമം പഠിച്ച വിദ്യാർത്ഥികൾ ആലോചിക്കേണ്ടേ? ഇവിടെ സർവകലാശാലയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത്? സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്ത്? നമ്മളത് പരിശോധിക്കൂ. അത് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്തിട്ടില്ലേ? ഒരാളെ നിർബന്ധപൂർവ്വം രാജി എഴുതി വാങ്ങിക്കുക എന്നുള്ളത് എങ്ങനെ സാധ്യമാകും? ഇനി ഒരാളെ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ള തീരുമാനം എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തന്നെ നന്നായി അറിയാം അതിനെ എങ്ങനെ നിയമപരമായി ചലഞ്ച് ചെയ്യാൻ ഡോക്ടർ ലക്ഷ്മി നായർക്ക് കഴിയും എന്ന്. അപ്പോൾ ഇവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടായി വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളെ മാറ്റിക്കൊണ്ട്, ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ട് നിങ്ങൾ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ ഈ സമരം രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള കൂടുതൽ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. ആര്യ തന്നെ ആദ്യത്തെ ചർച്ച കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട സംശയം, എത്ര കാലത്തേക്ക് എന്ന് സൂചിപ്പിക്കാതെ മാറി നിൽക്കാം എന്ന ഒരു പ്രപ്പോസൽ വന്നതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ആശങ്കയുണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇപ്പോൾ ഫൈനൽ ഇയറിലുള്ള വിദ്യാർത്ഥികൾ മാത്രമല്ല ഈ സമരത്തിലുള്ളത്. ഞങ്ങളുടെ ഈ അക്കാഡമിക് ഇയർ കഴിഞ്ഞ് ഭാവിയിൽ വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കാകട്ടെ, അതുപോലെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ മുതൽ അങ്ങോട്ടുള്ള വിദ്യാർത്ഥികൾക്കാകട്ടെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് നിശ്ചിതമായ ഒരു കാലപരിധി പറയൂ എന്നാണല്ലോ അന്ന് പറഞ്ഞത്.
നിശ്ചിതമായ കാലപരിധി പറയുമ്പോൾ എനിക്കിവിടെ പറയാനുള്ളത്, ഈ കാലപരിധി പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കാലപരിധി പറയുന്നത് വരെ ഇത് നീളില്ല എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. കാര്യം ഡോക്ടർ ലക്ഷ്മി നായരുടെ സ്വാധീനവും അവരുടെ മാനേജ്മെന്റ് തന്നെയാണ് അവിടെ ഇപ്പോഴും റൂളിംഗ് ആയിട്ടുള്ളത്. അവർ തീർച്ചയായും ഈ കാലയളവിനുള്ളിൽ തിരിച്ചു വരുമെന്നുള്ളതാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എത്ര കാലാവധിയിലേക്ക് മാറി നിൽക്കുമെന്നുള്ള കാര്യം ഞാൻ ചോദിച്ചതാണ്. സർ, അത് ചോദിക്കുന്നത് ഞങ്ങളോട് അന്ന് പറഞ്ഞത്, ആ മീറ്റിങ്ങിൽ വെച്ച് പറയുന്നത് ഈ ഒരു അക്കാഡമിക് ഇയറിലേക്ക് മാറി നിൽക്കാം എന്നാണ് അന്ന് പറഞ്ഞത്. ആ സാഹചര്യത്തിലാണ് ഇത് എത്ര കാലയളവിലേക്ക് മാറി നിൽക്കും എന്നുള്ള ഒരു ചോദ്യം വരുന്നത്. ആ സമയത്ത് ഒരിക്കലും ഈ 5 വർഷം എന്ന് പറയുന്ന ഒരു കാലാവധി മനസ്സിൽ വെച്ചുകൊണ്ടല്ല അങ്ങനെ ഒരു ചോദ്യം പറഞ്ഞതും അങ്ങനെ ഒരു ഉത്കണ്ഠ പ്രകടിപ്പിച്ചതും. എൻ്റെ ഇപ്പോഴത്തെ നിലപാട്, ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ സംഘടനയിലുള്ള എല്ലാ വിദ്യാർത്ഥികളുടെ നിലപാട് ഞാൻ അറിയിച്ചത്, മാനേജ്മെന്റ് ഈ പ്രിൻസിപ്പലിനെ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ തയ്യാറാവണം. അതായത് ടെർമിനേറ്റ് ചെയ്യാൻ തയ്യാറാകണം, അതുവരെ വിദ്യാർത്ഥി സമരം തുടരും എന്നാണ് നിലപാട്. വ്യക്തമാക്കി കഴിഞ്ഞു. ഞാൻ മടങ്ങിയെത്താം കുമാരി ആര്യ ജോൺ താങ്കളിലേക്ക്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സർവകലാശാല സിൻഡിക്കേറ്റ് എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തിട്ടില്ലേ? സിൻഡിക്കേറ്റ് അംഗം എന്നുള്ള നിലയിൽ താങ്കൾക്ക് അക്കാര്യത്തിൽ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ല എന്ന് പറയാനാകുമോ? ഇവിടെ വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രശ്നം എന്തായിരുന്നോ അത് പരിഗണിച്ച് അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ തെറ്റായിട്ടുള്ള സമീപനങ്ങൾ അന്വേഷണ സംവിധാനം ഉപയോഗിച്ച് അന്വേഷിച്ച് അത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ടിനനുസൃതമായ നടപടിയും സ്വീകരിച്ച് കഴിഞ്ഞില്ലേ? അതായത് എന്താണോ വിദ്യാർത്ഥികളുടെ പ്രശ്നം അത് പരിഹരിച്ച് കഴിഞ്ഞില്ലേ? ഇതിനകത്ത് വളരെ ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 21-ാം തീയതി കൂടിയ സിൻഡിക്കേറ്റിലാണ് ഈ വിദ്യാർത്ഥികളുടെ പരാതി ഞങ്ങൾ പരിഗണിച്ചത്. അന്ന് തന്നെ ഒരു ഉപസമിതിയെ നിയോഗിച്ചു. ആ ഉപസമിതി 23, 24, 25 തീയതികളിലായി ഹിയറിംഗ് നടത്തി. 27-ാം തീയതി റിപ്പോർട്ട് സമർപ്പിച്ചു. 28-ാം തീയതി സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടി ഈ വിഷയം ചർച്ച ചെയ്തു. ഈ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ റിപ്പോർട്ടിനകത്ത് അവിടെ ഐക്യകണ്ഠേനയാണ് ഈ സിൻഡിക്കേറ്റ് അത് പാസ്സാക്കിയത്. കാരണം ആ റിപ്പോർട്ടിന്റെ ഉദ്ദേശശുദ്ധി ഞങ്ങൾ ചോദ്യം ചെയ്തില്ല. അതിനകത്ത് എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പരാതിയുമില്ല. ഐക്യകണ്ഠേന പാസ്സാക്കിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി അവിടെ കാര്യങ്ങൾ നടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് റിപ്പോർട്ടിൽ. പക്ഷേ അവിടെ മുതൽ തുടർന്ന് ഈ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിക്കണം എന്ന ഭാഗം വന്നപ്പോഴാണ് CPM-ന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നത്. അവിടെ CPM-ന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരുടെ പാർട്ടി അവരെ നിയന്ത്രിക്കാൻ തുടങ്ങി. അതുവരെ ശ്രീ A. റഹീമിനെ പോലുള്ളവർ ഉൾപ്പെടെ അതിനകത്ത് ന്യായമായും നീതിപൂർവമായും കാര്യങ്ങൾ ചെയ്തെങ്കിൽ അവിടെ ആ സിൻഡിക്കേറ്റിന്മേൽ തുടർ നടപടികൾ വന്നപ്പോൾ അവിടെ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായി. ഇവിടെ നമ്മൾ 3 ഘട്ടത്തിലാണ് കാണേണ്ടത്. ഒന്ന്, വിദ്യാർത്ഥികളുടെ ആവശ്യം. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് പ്രിൻസിപ്പൽ മാറി നിൽക്കണം, രാജിവെക്കണം, അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ പുറത്താക്കണം. അതൊന്ന്. 2, സർവകലാശാല നിയോഗിച്ച സമിതി കണ്ടെത്തിയത് ആ സർവകലാശാലയുടെ ചട്ടങ്ങൾക്കും വിരുദ്ധമായി ആ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്ന് ആ കോളേജിൽ നിയമലംഘനം നടന്നിരിക്കുന്നു. കുട്ടികൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും സർവകലാശാല ചട്ടങ്ങൾ അനുസരിച്ച് നടപടി സ്വീകരിക്കണം. മൂന്നാമത്തേതാണ് ലാൻഡ്. അതവിടെ നിൽക്കേണ്ടത്, അത് ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ അത്തരത്തിൽ സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ഒരു പ്രിൻസിപ്പലിനെ കുറിച്ച്, ഒരു കോളേജിനെ കുറിച്ച് റിപ്പോർട്ട് ഐക്യകണ്ഠേന സിൻഡിക്കേറ്റ് പാസ്സാക്കിയാൽ അതിന്മേൽ തുടർ നടപടി സ്വീകരിക്കണം. ഡോക്ടർ ലക്ഷ്മി നായരെ ഡീബാർ ചെയ്തു, പരീക്ഷാ ചുമതലകളിൽ നിന്ന് മാറ്റി, പരീക്ഷാ ബോർഡിൽ നിന്ന് മാറ്റി എന്ന് മാത്രമല്ല, ഉയർന്നിരിക്കുന്ന പരാതികളിൽ ലക്ഷ്മി നായരുടെ ബിരുദം സംബന്ധിച്ച പരാതിയിൽ പരീക്ഷാ ഉപസമിതി പരിശോധന നടത്തുന്നു. ലക്ഷ്മി നായർ വഴിവിട്ട് മാർക്ക് ദാനം നടത്തി എന്ന് പരാതി ഉയർന്ന കുട്ടിയുടെ വിഷയത്തിൽ പരീക്ഷാ ഉപസമിതി അതിന്റെ പരിശോധന നടത്തുന്നു. എല്ലാ കാര്യങ്ങളും പരിശോധിക്കപ്പെട്ടു, എല്ലാ കാര്യത്തിലും നടപടിയുണ്ട്. അപ്പോൾ റിപ്പോർട്ടിന് മേൽ നടപടിയെടുത്തില്ല എന്ന് എങ്ങനെ പറയും? ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. അപ്പോൾ അവിടെ വരെ കാര്യങ്ങൾ നേരെ പോയിട്ട് അതിനകത്ത് പിന്നീട് സംഭവിച്ചത് അവിടെ സിൻഡിക്കേറ്റ് എടുക്കേണ്ട ചില കാര്യങ്ങൾ എടുത്തില്ല എന്ന് മാത്രമല്ല, അവിടെ വോട്ടിനിട്ടുകൊണ്ട് ആ നമ്മൾ കണ്ടെത്തിയ കണ്ടെത്തലുകൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് സിൻഡിക്കേറ്റ് അംഗീകരിച്ചതിന് ശേഷം സർക്കാരിന് തുറന്നു നടപടിക്ക് അയച്ചു കൊടുത്തു. സർക്കാർ തിരിച്ച് പോയ മടക്കത്തപാലിൽ തന്നെ തിരിച്ചയച്ചത് ഇതിന് തീരുമാനം എടുക്കേണ്ടത് സർവകലാശാലയാണ്. സർവകലാശാല ഉചിതമായ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ശ്രീ B. ശ്രീനിവാസാണ് നമുക്ക് കത്തയച്ചിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് കത്തയച്ചിട്ട് ഇന്നലെ വീണ്ടും സിൻഡിക്കേറ്റ് അടിയന്തരമായി കൂടി അതിന്മേൽ തുറന്നു നടപടി സ്വീകരിക്കാൻ. ഇന്നലെ തുറന്നു ഇപ്പോൾ അഭിലാഷ് പറയുമ്പോൾ 28-ാം തീയതി കൂടിയ സിൻഡിക്കേറ്റിലാണ് ഈ പ്രിൻസിപ്പലിനെ ഡീബാർ ചെയ്യാൻ തീരുമാനിച്ചത്. ഇന്നലെ പുതുതായി എടുത്ത തീരുമാനം എന്താണ്? ഒന്ന്, പ്രിൻസിപ്പലിനെ പുതുതായി നിയമിക്കണം. അത് മാനേജ്മെന്റ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുള്ള ചർച്ച കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ മാനേജ്മെന്റ് പ്രതികൾ പറഞ്ഞു ഞങ്ങൾ പുതിയ പ്രിൻസിപ്പളെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. 2, പ്രിൻസിപ്പലിന്റെ ഇതാണ് പ്രധാനമായിട്ട് തീരുമാനിച്ചത്. രണ്ടാമത് തീരുമാനിച്ചത് മാനേജ്മെന്റ് തന്ന കത്ത് അംഗീകരിച്ചു എന്നുള്ളതാണ്. മാനേജ്മെന്റ് തന്ന കത്ത് എത്രയാ? റഹീം പറയട്ടെ.
ഇന്നലത്തെ ദിവസം 6/2/2017 വെച്ചുകൊണ്ട് 3 കത്താണ് നാലാമതായിട്ട് സർവകലാശാലയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നിൽ പറയുന്നത് അന്ന് SFIക്ക് കൊടുത്ത ആ ഉറപ്പുകൾ 17 ഉറപ്പുകൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് 6-ാം തീയതി ഡേറ്റ് ഇട്ടുകൊണ്ട് ഇത് ആർക്കെന്ന് പോലും ഇല്ലാതെ സിൻഡിക്കേറ്റിലേക്ക് തന്നിരിക്കുന്നു. അത് ഞങ്ങൾക്ക് തരുമ്പോൾ അത് അജണ്ടയുടെ ഭാഗമായി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കത്തിൽ പറയുന്നത് കോളേജിലെ സിൻഡിക്കേറ്റ് പറഞ്ഞതനുസരിച്ച് കോളേജിലെ പരീക്ഷാ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി. അത് കോളേജല്ല മാറ്റി നിർത്തേണ്ടത്, അത് സർവകലാശാലയാണ്, അത് തീരുമാനിച്ചിട്ടുമുണ്ട്. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന അവിടെ ക്യാമറകൾ മാറ്റി സ്ഥാപിക്കും. നാലാമത് പറഞ്ഞ കുട്ടികളെ ഇവാക്യുവേറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് സർവകലാശാല പറഞ്ഞ നടപടി സ്വീകരിക്കും. മൂന്നാമത്തെ കത്തിൽ പറയുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പൽ വിദ്യാർത്ഥി സമരം പ്രക്ഷോഭം കണക്കിലെടുത്തുകൊണ്ട് സ്വമേധയാ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ ഫാക്കൽറ്റി ആയിട്ട് തുടരില്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഒരേ ദിവസം 6/2/2017 സർവകലാശാലയ്ക്ക് തന്ന 3 കത്തും പരസ്പര വിരുദ്ധമാണ്. അല്ല, നമുക്ക് അതിന്റെ തർക്കത്തിലേക്ക് പോകാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, അങ്ങനെ നമ്മൾ സാങ്കേതികത്വത്തിൽ പിടിച്ച് ചർച്ച ചെയ്താൽ, കാര്യങ്ങളെ തീരുമാനിച്ചാൽ ഏത് നിലയിലേക്ക് പോകും ഈ കാര്യങ്ങൾ എന്നുള്ളതാണ്. ശ്രീ JR പത്മകുമാർ, ഇന്ന് ഈ പേരൂർക്കടയിൽ ഒരു വഴി പോക്കനാണ് ഈ സംഘർഷാത്മകമായ അന്തരീക്ഷത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചത്. ഭാഗ്യത്തിന് ഒരു വിദ്യാർത്ഥി നിങ്ങളുടെ ABVPയുടെ പ്രവർത്തകനാണ് മരത്തിന് മുകളിൽ കയറിയത്. അയാൾ അപായമൊന്നും പറ്റാതെ രക്ഷപ്പെട്ടു. മറ്റു ചില ആളുകളാണ് അവിടെ പെട്രോൾ സ്വന്തം ദേഹത്തൊഴിച്ചത്. അവരും അപായമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരം വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അത് 90% നടപ്പായി കഴിഞ്ഞുവെന്നാണ് ഞാൻ വ്യക്തിപരമായി പോലും വിശ്വസിക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയ കക്ഷികൾ കുട്ടികളെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നത് നിർത്താറായില്ലേ? ഭൂമി അടക്കമുള്ള വിഷയങ്ങളുണ്ട്, അതിന് രാഷ്ട്രീയ സമരം നിങ്ങൾ നടത്തൂ. കുട്ടികളെ വിട്ടൂടെ? അല്ല, അങ്ങനെയല്ലല്ലോ. കുട്ടികൾ അവരുടെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അവർ സമരരംഗത്താണ്. ആ കുട്ടികൾ തീരുമാനമെടുത്താൽ അതോടുകൂടി ആ പ്രശ്നം രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ, പിന്നെ താങ്കൾ ഉദ്ദേശിച്ചതുപോലെ ഭൂസമരമോ മറ്റു സമരമോ അത് തുടർന്നോളും. അതും ലോ അക്കാഡമിയുടെ മുന്നിലുള്ള സമരവുമായി ബന്ധമില്ലല്ലോ, അത് തുടർന്നോളാം. ഇപ്പം സംഭവിച്ചിട്ടുള്ളത് ഈ പ്രിൻസിപ്പലിന്റെ ഒരു ധാർഷ്ട്യവും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ അഹങ്കാരവുമാണ് ഇന്ന് ഈ നിലയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതവർ സമ്മതിക്കണം. കാരണം ഒരു സൂചി കൊണ്ടെടുക്കാൻ കഴിയുന്ന ഒരു സാധനം ഇന്ന് തൂമ്പ കൊണ്ട് പോലും എടുക്കാൻ കഴിയാതെ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാനേജ്മെന്റിന് മാറി നിൽക്കാൻ കഴിയില്ല, അതുപോലെ തന്നെ ഗവൺമെന്റിനും കഴിയില്ല. എന്ത് നടപടിയെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്? ഒരാളെ ഒന്നുകിൽ രാജിവെക്കണം, അല്ലെങ്കിൽ അവർ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ ഡിസ്മിസ് ചെയ്തിട്ട് ഒരു തീരുമാനം വരണം. എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രിൻസിപ്പൽ ഒഴിയാൻ തീരുമാനിച്ചു എന്നുള്ളത് എത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ? അപ്പോൾ മാറി നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൽ എന്തൊരു വ്യക്തതയുണ്ടോ? ഈ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അവരെ കൺവിൻസ് ചെയ്യാൻ ഇവർ കഴിയുന്നുണ്ടോ? ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയും രാഷ്ട്രീയ പാർട്ടികളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. SFI മാത്രം തീരുമാനിച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു ധാർഷ്ട്യം ആ മാനേജ്മെന്റിനുണ്ടായി. അത് ഗവൺമെന്റെങ്കിലും അത് തിരുത്തണ്ടേ? സമരം ചെയ്യുന്ന വിദ്യാർത്ഥി യൂണിയൻ സംഘടനകളുമായി ചർച്ച ചെയ്യണ്ടേ? അതിനൊരു അവസരം ഉണ്ടാക്കണ്ടേ? അതല്ലെങ്കിൽ മാനേജ്മെന്റ് അങ്ങനെ തീരുമാനിച്ചാൽ ഗവൺമെന്റ് അതിന് നിന്നുകൊടുക്കാൻ തയ്യാറാവണോ? നിന്നുകൊടുക്കേണ്ടതായിട്ടുണ്ടോ? അങ്ങനെയല്ല. അതാണ് ഈ പ്രശ്നത്തെ ഇപ്പൊ സങ്കീർണമാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ പ്രിൻസിപ്പൽ മാറി നിൽക്കണം എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ മാറി നിന്നല്ലോ ശ്രീ JR പത്മകുമാർ. എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയെത്താം. ശ്രീ CR നീലകണ്ഠൻ, ഇവിടെ ശ്രീ JR പത്മകുമാർ പറഞ്ഞത് ശരിയാണ്. സൂചി കൊണ്ട് എടുക്കാൻ കഴിയുന്ന ഒന്നിനെ തൂമ്പ കൊണ്ട് പോലും എടുക്കാൻ കഴിയാത്ത വിധത്തിൽ സങ്കീർണമാക്കിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ രാഷ്ട്രീയ സമരം വിദ്യാർത്ഥികളുടെ താല്പര്യം പരിഗണിച്ചുള്ളതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? രാഷ്ട്രീയ കക്ഷികൾ പലപ്പോഴും അവരുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കും. അത് രാഷ്ട്രീയ കക്ഷികളുടെ ഒരു സ്വഭാവമാണ്. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. കാരണം അത് അവർ ചാൻസ് കിട്ടിയാൽ മുതലെടുക്കും. ഞാനൊരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണ്. ചാൻസ് കിട്ടിയാൽ ഞാനും അത് രാഷ്ട്രീയമായി മുതലെടുക്കും. പക്ഷേ ഇവിടെ പ്രശ്നം, വിദ്യാർത്ഥികളുടെ പ്രശ്നം തീർന്നു എന്ന് പറയുന്നതിൽ ഞാൻ അഭിലാഷിനോട് യോജിക്കുന്നില്ല. അഭിലാഷ് 90% എന്ന് പറഞ്ഞു, ഞാൻ 90% യോജിക്കുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു കാര്യത്തിൽ അവിടെ ഒരു കുറ്റം നടന്നിരിക്കുന്നു. ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ തന്നെ ഒരു തെറ്റ് നടന്നിരിക്കുന്നു പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത്. ആ തെറ്റ് നടന്ന പ്രിൻസിപ്പലിനെ പ്രതി തന്നെ പറയുകയാണ് ഞങ്ങൾ ഒഴിയാണ്. പ്രതി തീരുമാനിക്കുന്നതല്ലല്ലോ ഒരു കാര്യത്തിലുള്ള ശിക്ഷ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ പറഞ്ഞു, ആര്യ പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട്. ഇവർക്ക് വലിയ സ്വാധീനമുണ്ട് എന്നത് ഇന്നൊരു രഹസ്യമൊന്നുമല്ല. ഗവൺമെൻറ്റിൻ്റെ മേൽ, രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ, എല്ലാവരുടെ മേലും, യൂണിവേഴ്സിറ്റിയുടെ മേൽ പോലും സ്വാധീനമുണ്ട്. അങ്ങനെ ഒരാൾക്ക് വളരെ എളുപ്പം മറികടക്കാവുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു പകരം സൊല്യൂഷൻ പറയൂ. പകരം സൊല്യൂഷൻ കൃത്യമായും ഇവർ അധ്യാപികയാവാൻ പാടില്ല എന്ന് എന്തുകൊണ്ടാണ് സർവകലാശാലയ്ക്ക് ഡീബാർ ചെയ്തുകൂടാ? ഇവർ പ്രിൻസിപ്പലാവാൻ പാടില്ല എന്ന് ഡീബാർ ചെയ്തുകൂടാ? ഇവരിപ്പോഴും പ്രിൻസിപ്പലാകാതിരിക്കുന്നത് അവരുടെ ഇഷ്ടപ്രകാരമാണ്, അല്ലാതെ സർവകലാശാലയുടെ ഇഷ്ടമല്ല.
പരീക്ഷ നടത്തുന്നത് ഒരു പക്ഷേ അവർക്ക് വരാൻ പറ്റാതിരുന്നേക്കാം. അവർക്ക് പരീക്ഷ നടത്തണ്ട. അവിടുത്തെ ഇൻറ്റേർണലുകളിൽ അവിടുത്തെ എല്ലാ സംവിധാനം, ഇപ്പോൾ കുട്ടികൾ എന്തൊക്കെയാണ് ഉന്നയിച്ചത്, കുട്ടികൾ ഉന്നയിച്ച ഒരാവശ്യവും നടക്കുമെന്ന് ഇപ്പോഴും ഉറപ്പില്ല. കാരണം ഇവർക്കവിടെ എല്ലാവിധ സ്വാധീനങ്ങളുമുണ്ട്. ഈ ലക്ഷ്മി നായർക്ക് അല്ലെങ്കിൽ അത് കാരണം അതിൻ്റെ മാനേജ്മെൻറ്റ് ഘടന അതാണ്, അവർക്ക് നിർണ്ണയിക്കാവുന്ന ആളുകളെ അവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും, നേരത്തെ ആര്യ പറഞ്ഞല്ലോ, ഒരിക്കൽ ടീച്ചറായി പുറത്തു പോയി, പിന്നെ പ്രിൻസിപ്പലായി തിരിച്ചു വരുന്നത്. ഇനിയിപ്പോൾ ഡീനായാണോ തിരിച്ചു വരിക എന്ന് പറയാൻ പറ്റില്ല. പ്രിൻസിപ്പലാവാൻ പാടില്ല എന്ന് പറഞ്ഞുള്ളൂ, ഡീൻ ഒരു പോസ്റ്റ് ഉണ്ടാക്കി അവരെ ആക്കിക്കൂടെ. പ്രിൻസിപ്പലാവില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ, അതും അവരെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ഇവർ ഏകപക്ഷീയമായി ഞാൻ പ്രിൻസിപ്പലാവില്ല എന്ന് ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എങ്ങനെയാണ് വിദ്യാർത്ഥികൾ എടുക്കുക? ശരി, അതാണ് ശ്രീ എ റഹീം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒന്നുകിൽ പ്രിൻസിപ്പൽ സ്ഥാനത്തിരിക്കുക എന്നുള്ളത് അസാധ്യമാക്കുന്ന വിധത്തിൽ അയോഗ്യയാക്കണം, അല്ലെങ്കിൽ അധ്യാപനം എടുക്കാൻ കഴിയുന്നതിൽ നിന്ന് അയോഗ്യയാക്കണം. ഇവ രണ്ടും യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച്, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിനെ സംബന്ധിച്ച് എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങളാണോ? അഭിലാഷേ, 4 പേർക്കാണ് ഞാൻ മറുപടി പറയേണ്ടത്. എല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ട്, എല്ലാത്തിനും മറുപടി പറയാം. അതിന് സമയം തരണം. ഒന്ന്, അവസാനം തുടങ്ങുന്നതാണ് നല്ലത്. അത് ബഹുമാനീയനായ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞ കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കണം, അത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാഭാവികമായ അവകാശമാണ്. ഞാനും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്, ഞാനും മുതലെടുക്കും. എൻ്റെ പൊന്നു CR, ആം ആദ്മി എന്ന് പറയുന്ന പാർട്ടിയും അങ്ങയുടെ മുഖവും, ഞാൻ പൊയ്മുഖമൊന്നും പറയുന്നില്ല, ഈ രാത്രി അഴിഞ്ഞു വീഴുകയാണ്. ഇനി മേലിലങ്ങ് ദയവ് ചെയ്ത് ഞാൻ മുതലെടുക്കാൻ വന്നവനാണ് എന്ന് ഈ പറഞ്ഞത് ഇനിയും ആവർത്തിക്കണം. എത്ര ക്രൂരമായിട്ടുള്ള മുതലെടുപ്പാണ് സാറേ ഇത്. ഇങ്ങനെ മുതലെടുക്കാൻ പാടുണ്ടോ? ഒരു രാത്രി ചർച്ചയിൽ വന്നിരുന്നു ഒറ്റ കാരണത്താൽ ഇനിയും ക്ഷണിക്കപ്പെടാൻ വേണ്ടിയിട്ടാണോ എന്ന് ഞാൻ ആക്ഷേപിക്കുന്നില്ല, അതെൻ്റെ മാന്യത കൊണ്ട്. ഈ കുരുന്നുകളുടെ കാര്യത്തിലാണോ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് പറയുന്നത്? അങ്ങ് ഇതിനെക്കുറിച്ച് ഞാൻ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുന്നു. ബഹുമാനപ്പെട്ട CR നീലകണ്ഠൻ, അങ്ങ് ഇതിനെക്കുറിച്ച് ഒരു കാര്യവും മനസ്സിലാക്കാതെയാണ് ഈ വർത്തമാനം പറഞ്ഞത്. അങ്ങ് പറഞ്ഞെന്താ, ഇന്റേണൽ അസസ്മെൻറ്റ് സംവിധാനത്തിൽ ഇവർക്ക് ഇടപെടാൻ കഴിയുമെന്ന്. സർവകലാശാല ആത്യന്തികമായി തീരുമാനിച്ചു, ഇന്റേണൽ അസസ്മെൻറ്റ് ഭാഗത്ത് ഇവർക്ക് ഇടപെടാൻ കഴിയില്ല. തീരുന്നില്ല. സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം അങ്ങ് വായിച്ചിട്ടില്ല സാർ. അതിലൊരു കാര്യം, ഇന്റേണൽ അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാതെ മാത്രമല്ല, അവിടുത്തെ ഒരു കുട്ടിയുടെ പോലും ഇന്റേണൽ അസസ്മെൻറ്റിന് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കണമെങ്കിൽ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, കേരള സർവകലാശാലയുടെ ഹെഡ്, ലോ വിഭാഗത്തിൻ്റെ ഹെഡ്, സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ കൺവീനർ, ഈ 3 പേരറിയാതെ അവിടെ നിന്ന് അയക്കാൻ പറ്റില്ല. ഞങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇതെല്ലാം ചെയ്ത്. ഇതൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. 2, അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആര്യ പറഞ്ഞൊരു കാര്യവുമായി ബന്ധപ്പെടുത്തിയാണ്. അതൊരു പൂർവാനുഭവമാണ്. ആര്യ അതാണ് കാരണമായി പറഞ്ഞത്. ഏത് മുൻപൊരു കാലത്ത്, അത് 2006 ആര്യയ്ക്ക് വർഷം തെറ്റിയതാണ്. 2006 ഇതിന് സമാനമായ സംഭവമല്ല നടന്നത്. 2006 നടന്ന സംഭവം എന്ന് പറയുന്നത്, അവിടെ ഉണ്ടായൊരു വിദ്യാർത്ഥിയെ പുറത്തുള്ളൊരു ഗുണ്ടാ സംഘത്തെ വെച്ച് തല്ലിച്ചു എന്ന ആരോപണത്തിന്മേൽ അന്ന് ടീച്ചറാണ്, ഇവർക്കെതിരെ ആരോപണം വന്നു. അന്ന് സർവകലാശാല ഇടപെട്ടിട്ടില്ല. സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ഉപാധികൾ ഉണ്ടായിരുന്നില്ല, ഒരു ലീഗൽ ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ അതെല്ലാം ഉണ്ടായി. അതുകൊണ്ട് തന്നെ അതെല്ലാം മറികടന്ന് ഇന്നിപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അതെല്ലാം മറികടന്നുകൊണ്ട് ഇനിയും വരുമെന്ന് പറയുന്നത് ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ്. അത് ഒരു കുട്ടി പറഞ്ഞാൽ അത് അതുപോലെ അദ്ദേഹം വിശ്വാസത്തിലെടുത്ത് സംസാരിക്കുകയാണ്, CR പോലൊരാൾ. അതവിടെ നിൽക്കട്ടെ. മറ്റൊരു കാര്യം ഇവിടെ പറഞ്ഞൊരു കാര്യം, ശ്രീ ജ്യോതികുമാർ ചാമക്കാല അല്ല, ശ്രീ എ റഹീം ഒരൊറ്റ കാര്യം അതിൽ ശ്രീ CR നീലകണ്ഠൻ പറഞ്ഞ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് സർവകലാശാലയ്ക്ക് ഡോക്ടർ ലക്ഷ്മി നായരെ അയോഗ്യയാക്കി കൂടാത്തത്? പരീക്ഷാ ചുമതലകളിൽ നിന്ന് മാത്രം ഡീബാർ ചെയ്തത് എന്തുകൊണ്ടാണ്? CR നീലകണ്ഠൻ്റെ മുമ്പിലും ശ്രീ CR നീലകണ്ഠൻ്റെ മുമ്പിലും കേരളത്തിലെ മുഴുവൻ പേരുടെ മുമ്പിലും അവൈലബിൾ ആയിട്ടുള്ള പബ്ലിക് ഡോക്യുമെൻ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്ന കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടും ഈ പുസ്തകവും. ഈ പുസ്തകം നോക്കിയിട്ട് അങ്ങ് തന്നെ ഒന്ന് നിർദ്ദേശിച്ച് തന്നാൽ മതി, അങ്ങനെ ഒരു കാര്യം ഉണ്ടോ ഇല്ലയെന്ന്. ബഹുമാനായ CR ഉള്ളതിൻ്റെ പരമാധികാരമാണ് ഞങ്ങൾ പ്രയോഗിച്ചത്. ഇനി ഇല്ലാത്തൊരു കാര്യം ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഇതെല്ലാം പറയുന്നത് ആദ്യം പറഞ്ഞില്ലേ മുതലെടുക്കാനുള്ള പണിയാണെന്ന്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാണ്, മുതലെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്, മുതലെടുത്തോട്ടെ. ആ മുതലെടുപ്പിൻ്റെ പണിയാണ് ഇതെല്ലാം പറയുന്നത്, ഒരർത്ഥമുള്ള കാര്യമല്ല. ഇനി ഇദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ മുഖം വന്നത് എവിടെയാണ് എന്ന്. ഒരു കാര്യം നോക്കിയേ, എന്നിട്ട് ഇന്നത്തെ സിൻഡിക്കേറ്റിൽ തീരുമാനം എന്താ? അവസാനത്തെ സിൻഡിക്കേറ്റ് തീരുമാനം, രാഷ്ട്രീയ ഇടപെടൽ വന്നിട്ടുണ്ട് എങ്കിൽ പരീക്ഷാ ജോലികളിൽ നിന്നുൾപ്പെടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീച്ചറെ ഡീബാർ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുമോ? അതിനുള്ള വിലക്ക് എന്താ ഞങ്ങൾക്ക് വരണ്ടേ? ഞങ്ങൾ വെച്ച പ്രപ്പോസലാണ്, ഇവരാരും വെച്ച പ്രപ്പോസലല്ല, ഞങ്ങളാണ്. 2, അനുരാധ P. നായരുമായി ബന്ധപ്പെട്ട കാര്യം, അതും പോട്ടെ. ലക്ഷ്മി നായർക്കെതിരായിട്ട്
കഴിഞ്ഞ സിൻഡിക്കേറ്റിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ സുഹൃത്ത് ഡോക്ടർ ജീവൻലാൽ ഉന്നയിച്ച ഒരു പരാതി, ആ പരാതി പറഞ്ഞപ്പോൾ എഴുതി നൽകിയ പരാതിയിന്മേൽ ലക്ഷ്മി പി നായരുടെ ബിരുദത്തെ സംബന്ധിച്ച് അന്വേഷണം ഞങ്ങൾ ആരെങ്കിലും എതിർത്തോ? ഈ വിഷയത്തിൽ രാഷ്ട്രീയമായി ഞങ്ങളുടെ മേൽ എന്തെങ്കിലും ഒരു അധികാരം CPM പ്രയോഗിക്കുകയാണ്, CPIM-ന് അങ്ങനെ ഒരു താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ആ സിൻഡിക്കേറ്റിൽ ഞങ്ങൾ എതിർക്കില്ലേ? അത് തീരുമാനമാകുമോ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഈ പറയുന്നതിൽ ഓരോന്നെടുക്ക്, ഡിബാറിയോ, ഞങ്ങൾ നിർദ്ദേശം വെക്കോ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ്? ഇവിടെ വരുത്തി തീർക്കലാണ്. CPIM ഈ പറയുന്ന മാനേജ്മെൻറ്റ് നമ്മുടെ പ്രിൻസിപ്പാളിന് അനുകൂലം. രണ്ടാമതോ CPI-യും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റെല്ലാവരും ചേർന്നിട്ട് നമ്മുടെ BJP-യും കോൺഗ്രസും അതിൻ്റെ ചാമ്പ്യൻഷിപ്പ് എടുത്ത് മുന്നിൽ നിൽക്കുന്നു. ഞങ്ങളാണ് മിശിഹ, ബാക്കി എല്ലാവരും സാത്താമാരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചോദിച്ച വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സുചിന്തിതമായ, വളരെ വ്യക്തമായ, ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കേട്ടോളൂ, കോളേജിൽ വിദ്യാർത്ഥികൾ ഉന്നയിച്ച പ്രശ്നം, വിദ്യാർത്ഥികളുടെ കൺസേൺ, ആ ആശങ്കയ്ക്ക് ഞങ്ങൾ ഉത്തരം നൽകി. അത് പ്രിൻസിപ്പാളിൻ്റെ പീഡനമാണ്. ആ പീഡനത്തിന് അവർ കാരണമാക്കി മാനദണ്ഡമായി എടുത്തിരുന്നത് ഇന്റേണലാണ്. അതുമായി ബന്ധപ്പെട്ട് സമൂലമായ അഴിച്ചുപണിക്ക് ഇതേ തയ്യാറാകുന്നു. ആ അർത്ഥത്തിൽ ഈ വിദ്യാർത്ഥികളുടെ സമരം വളരെ പ്രധാനപ്പെട്ട സമരമാണ്. കേരള സർവകലാശാലയുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് ചേരുന്നു, അക്കാഡമിക് കൗൺസിൽ പ്രത്യേക യോഗം ചേരാൻ തീരുമാനിക്കുന്നു. ഇന്റേണൽ അസസ്മെന്റിൽ ലോ വിഭാഗത്തിലുള്ള മുഴുവൻ പ്രശ്നങ്ങളും പൂർണ്ണമായി പൊളിച്ചെഴുതുകയാണ്. ഇതാണ് ചെയ്തത്. ഇനി ഇതിന് പുറമെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുറന്ന മനസ്സോടെ പറയുന്നു, ആ സർവകലാശാലയുടെ അഫിലിയേഷൻ പിൻവലിക്കണമെന്ന നിലപാട് ഞങ്ങൾക്കില്ല. ഇല്ലാത്ത ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട. ഞങ്ങൾ അതേസമയം ആ കോളേജിൽ ആ റിപ്പോർട്ട് പറഞ്ഞല്ലോ ശ്രീ ജ്യോതികുമാർ, എന്തുകൊണ്ടില്ലാന്നാണ് ഞാൻ പറയുന്നത്. ഈ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞല്ലോ റിപ്പോർട്ട് അയ്യകണ്ഠൻ അംഗീകരിച്ചു എന്ന്. ആ റിപ്പോർട്ടിൻ്റെ ഒടുവിലത്തെ പാരഗ്രാഫിലുണ്ടത് അതിൻ്റെ ഉത്തരം. അയ്യകണ്ഠനെയാണ് എഴുതിയത്, ശ്രീ ഡോക്ടർ ജീവൻലാലാണ് അതിൻ്റെ ഓരോ വേഡിങ്ങും എഴുതിയത്. അദ്ദേഹം ഇംഗ്ലീഷ് അധ്യാപകനായതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങൾ എഴുതാൻ ഏൽപ്പിച്ചത്. കോൺഗ്രസ്സുകാരനായ ഡോക്ടർ ജീവൻലാൽ അദ്ദേഹം എഴുതി എന്താ എഴുതിയേ? അവിടുത്തെ സംഭവം എന്ന് പറയുന്നത് ആ കോളേജിൻ്റെ ലെഗസി, ആ കോളേജിൻ്റെ മറ്റൊരുപാട് മെരിറ്റ്, ഈ കുട്ടികൾ ഉൾപ്പെടെ പറഞ്ഞ മറ്റൊരുപാട് മെരിറ്റ് ഉണ്ട്. അതിനെല്ലാം ഞങ്ങൾ കാണുന്നു. പക്ഷേ അതേസമയം ഈ പൈതൃകമുള്ള ക്യാമ്പസിൻ്റെ ഈ പത്തറ്റിക് സിറ്റുവേഷൻ്റെ കാരണം പ്രിൻസിപ്പളാണ് ആ സ്ഥാപനത്തിൻ്റെ ഈ പത്തറ്റിക് സിറ്റുവേഷൻ്റെ കാരണമെന്ന് കണ്ടെത്തിയ സിൻഡിക്കേറ്റ് എങ്ങനെയാണ് ആ സർവകലാശാലയുടെ അഫിലിയേഷൻ പിൻവലിക്കുക? അഫിലിയേഷൻ പിൻവലിക്കുക വെറുതെ നമുക്ക് നാക്കൊണ്ട് പറയാം. അഫിലിയേഷൻ പിൻവലിക്കേണ്ട കാര്യം എന്ത് എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങളുടെ സിൻഡിക്കേറ്റ് ഐക്യകണ്ഠേന അംഗീകരിച്ച ആ ഉപസമിതി റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് പ്രിൻസിപ്പാളിൻ്റെ ദുർഭരണമാണ്. പ്രിൻസിപ്പാളിൻ്റെ ദുർഭരണം ഉണ്ടായാൽ പ്രിൻസിപ്പാളിനെ ചുമതലയിൽ നിന്ന് നീക്കുക എന്നുള്ളതാണ് വേണ്ടത്, അതല്ലാതെ കോളേജിൻ്റെ അഫിലിയേഷൻ പിൻവലിക്കലല്ലോ. അപ്പോൾ കോളേജിൻ്റെ അഫിലിയേഷൻ പിൻവലിക്കണം, കോളേജ് പൂട്ടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള നിലപാട് എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കാനാവുക? കോളേജ് പൂട്ടിക്കുക എന്നുള്ളതാണോ ആത്യന്തികമായ ലക്ഷ്യം? ലോ അക്കാദമി, ലോ കോളേജ് 50 വർഷത്തെ പൈതൃകമുള്ള കോളേജ് അടച്ചുപൂട്ടിയാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചോ? അഭിലാഷേ, ഞങ്ങൾ ഒരിക്കലും കോളേജ് പൂട്ടണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിൻ്റെ ചർച്ച തുടങ്ങിയ ദിവസം മുതൽ പറയുന്നത് ഈ കോളേജിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വർഷം 50 വർഷം തികയുകയാണ്. ഇപ്പോൾ റഹീം ഈ ഘോരഘോരം പറയുന്നല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രിൻസിപ്പലിനെ പുറത്താക്കാൻ കഴിയില്ല, പ്രിൻസിപ്പലിനെ മാറ്റി നിർത്താൻ കഴിയില്ല, പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, മാനേജ്മെന്റിനോട് പറയാൻ കഴിയില്ല, സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയില്ല, സർവകലാശാലയ്ക്ക് നടപടിയെടുക്കാൻ കഴിയില്ല. പിന്നെ പ്രിൻസിപ്പലിനെ, ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെ പ്രിൻസിപ്പലിനെ നിയന്ത്രിക്കാൻ നിയമമില്ലെങ്കിൽ അതിനപ്പുറത്തെ നിയമത്തെക്കുറിച്ച് ആലോചിക്കണം. ഇവിടെ റഹീം ചൂണ്ടിക്കാണിച്ചല്ലോ ഈ ആക്ടിനെ കുറിച്ചും സ്റ്റാറ്റ്യൂട്ടിനെ കുറിച്ചൊക്കെ. ഞാൻ ഒന്ന് ചോദിക്കട്ടെ റഹീമെ, ഞാനും റഹീം ഉൾപ്പെടുന്ന സിൻഡിക്കേറ്റ് അല്ലേ CSI ലോ കോളേജ് CSI കോളേജ് ഓഫ് ലീഗൽ സ്റ്റഡീസ് ചെറുവാരക്കോണത്തിന്റെ അഫിലിയേഷൻ പിൻവലിക്കണം. എന്താ അവിടുത്തെ കാരണം? അവിടെ നടത്തിയ പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകളെ സംബന്ധിച്ച് ഒന്നിലധികം തവണ പരീക്ഷാ നടത്തിപ്പിൽ ക്രമക്കേട് കണ്ടപ്പോൾ അതിന് ഉത്തരവാദി ആരാണ്? അവിടുത്തെ എക്സാമിനേഷൻ നടത്തുന്ന ആളാണ്. ആരാണ് എക്സാമിനേഷൻ നടത്തേണ്ടത്? പ്രിൻസിപ്പളാണ്. അപ്പോൾ അതിന് നോട്ടീസ് കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? അപ്പോൾ എവിടെ പോയിരുന്നു ഈ ധാർമ്മികത? അപ്പോൾ കോളേജിനെ സംബന്ധിച്ച് നമ്മളൊരു ഇവിടെ വളരെ ക്ലിയർ ആണ് അഭിലാഷ്. വളരെ സിമ്പിളായി പറഞ്ഞാൽ, മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, കോളേജിൻ്റെ നമ്മൾ കണ്ടിരിക്കുന്ന റിപ്പോർട്ട്, നമ്മൾ സംബന്ധിച്ചിരിക്കുന്ന റിപ്പോർട്ട്, റഹീം ഉൾപ്പെടെ കൊണ്ടുവന്ന റിപ്പോർട്ട്, സിൻഡിക്കേറ്റ് അംഗീകരിച്ച റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഐക്യകണ്ഠേന അംഗീകരിച്ചാണെങ്കിൽ ആ റിപ്പോർട്ടിനകത്ത് വളരെ സ്പെസിഫിക് ആയി പറയുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ടിൻ്റെയും സ്റ്റാറ്റ്യൂട്ടിൻ്റെയും വയലേഷൻ ഉണ്ടായിരിക്കുന്നു. അത് ആര് എന്നുള്ളതല്ല അവിടെ പ്രശ്നം. ലോ അക്കാഡമി, ലോ കോളേജിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിരുദ്ധമായി പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിന്മേൽ നടപടി ഉണ്ടാകണം. അവിടെ പ്രിൻസിപ്പലിനെതിരെ നടപടി എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആക്ടിലെ വ്യവസ്ഥ പ്രകാരം 68 പ്രകാരം ആ കോളേജിന്റെ അതിനനുസൃതമായ നടപടികൾ എടുത്തിട്ടില്ലേ? അവിടുത്തെ അക്കാദമിക് അന്തരീക്ഷം സംബന്ധിച്ച് ആക്ഷേപങ്ങളില്ലല്ലോ. പ്രിൻസിപ്പൽ വിവേചനപരമായി പെരുമാറുന്നു,
അധ്യാപിക എന്നുള്ള നിലയിലും അവർ വിവേചനപരമായി പെരുമാറിയിട്ടുണ്ട്. അവരെ ആ രംഗത്ത് നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളതല്ലാതെ അവിടുത്തെ അക്കാദമിക് അന്തരീക്ഷത്തെക്കുറിച്ച്, ആ കോളേജിന് ആ നിയമബിരുദം വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ കഴിയുന്ന സംവിധാനങ്ങളെക്കുറിച്ച്, അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളെക്കുറിച്ച്, അവിടുത്തെ മറ്റേതെങ്കിലും സൗകര്യങ്ങളെക്കുറിച്ച് ഒന്നും ആക്ഷേപമില്ലല്ലോ. പിന്നെ എന്തിനാണ് അഫിലിയേഷൻ പിൻവലിക്കണമെങ്കിൽ കോൺക്രീറ്റ് ആയ ഒരു കാരണം വേണ്ടേ? അഭിലാഷ് ഇതെല്ലാം കൂടെ പറയാതിരി. അഭിലാഷ് ഇതെല്ലാം കോൺട്രഡിക്ടറി ആയിട്ടാണ് സംസാരിക്കുന്നത്. സർവകലാശാലയുടെ അഫിലിയേഷൻ പിൻവലിക്കുന്നതിന് ആക്ടിന്റെയും സ്റ്റാറ്റ്യൂട്ടിന്റെയും വയലേഷൻ. ഞാൻ ചോദിക്കട്ടെ, ലക്ഷ്മി നായർ എന്ന് പറയുന്ന ലോ അക്കാഡമി ലോ കോളേജിന്റെ പ്രിൻസിപ്പളും കേരള യൂണിവേഴ്സിറ്റിയായിട്ട് എന്താ ബന്ധം? അത് ലോ അക്കാഡമി ലോ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ടുള്ള ബന്ധമാണ്, അല്ല ലക്ഷ്മി നായർ എന്നുള്ള പ്രിൻസിപ്പളുമായിട്ടുള്ള ബന്ധമല്ല. അവിടെ ലോ അക്കാഡമി ലോ കോളേജിന്റെ പ്രിൻസിപ്പൽ ലോ അക്കാഡമി ലോ കോളേജിന്റെ പ്രിൻസിപ്പളായി ഇരുന്നു കൊണ്ട് കേരള സർവകലാശാലയുടെ ആക്ടും സ്റ്റാറ്റ്യൂട്ടും നിഷേധിച്ച് പ്രവർത്തിച്ചാൽ സ്വാഭാവികമായും ആ പ്രിൻസിപ്പളിനെ മാറ്റാൻ ആ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ലെങ്കിൽ, ആ പ്രിൻസിപ്പളിനെ വെച്ചുകൊണ്ട് തന്നെ വീണ്ടും നിയമലംഘനവുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ ആ കോളേജിന്റെ അഫിലിയേഷൻ പിൻവലിക്കാൻ വേണ്ടി അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഗൗരവകരമായ വിഷയങ്ങളാണ് എന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ പറയട്ടെ, അയാൾ ഇവിടെ മാറ്റി, പ്രിൻസിപ്പളിനെ മാറ്റിയിട്ടില്ല. കുട്ടികൾ പറയട്ടെ പ്രിൻസിപ്പളിനെ മാറ്റിയെന്ന്. എന്ത് മാറ്റമാണ് മാറ്റിയത്? മുമ്പേ ആവശ്യപ്പെട്ടെന്നുകൊണ്ടാണ് 3 കത്ത് വന്നിരിക്കുന്നു. 3 കോൺട്രഡിക്ടറി. അങ്ങനെയാണോ ശ്രീ എ റഹീം നിങ്ങൾ അവകാശപ്പെടുന്നത് പ്രിൻസിപ്പാളിനെ മാറ്റിക്കൊണ്ട് മാനേജ്മെന്റ് സർവകലാശാലയ്ക്ക് കത്ത് തന്നുവെന്നും ആ കത്ത് അംഗീകരിച്ചുവെന്നും പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കാൻ ആവശ്യപ്പെട്ടുവെന്നുമാണ്. അതിന്റെ നിജസ്ഥിതി എന്താണ്? പറയൂ. ആ കത്ത് അംഗീകരിച്ചെവിടുന്നാണ്? AKG സെന്ററിൽ നിന്നാണ് അംഗീകരിച്ചത്. ആ കത്ത് റഹീം ഉൾപ്പെടെയുള്ളവർക്ക് AKG സെന്ററിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ എതിർത്തിട്ടുണ്ട്, ഞങ്ങൾ അതിനെ വോട്ട് ചെയ്തിട്ടുണ്ട്. 3 നാരായണൻ നായർ സാറിനെ പോലെ ഒരാൾ 6-ാം തീയതി ഡേറ്റ് ഇട്ട് 3 കത്ത് തന്നെങ്കിൽ ഈ 3-നകത്തും വിവിധങ്ങളായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് അവർ വെച്ചിരിക്കുന്നതെങ്കിൽ അതിലുള്ള ഒരു വൈരുദ്ധ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പ്രിൻസിപ്പളിനെ മാറ്റുക എന്നുള്ള ആവശ്യപ്രകാരമായിരുന്നു സമരം തുടങ്ങിയത്. പ്രിൻസിപ്പളിനെ മാറ്റുകയാണ് എന്നറിയിച്ചുകൊണ്ടുള്ള കത്ത് സിൻഡിക്കേറ്റിൽ വന്നിട്ട് നിങ്ങൾ അതിനെ എതിർക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സമരത്തിന്റെ ആവശ്യത്തോടുള്ള നിങ്ങളുടെ നിലപാട് എന്താണ് മനസ്സിലാവുന്നില്ല. അത് അഭിലാഷം മനസ്സിലാവില്ല. കാരണം അഭിലാഷം ഓൺ സൈഡ് ആയിട്ട് വരുന്നു. അതാണ് എന്റെ പ്രശ്നം. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായ സിൻഡിക്കേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞ രേഖകൾ ആ സിൻഡിക്കേറ്റിനകത്തുണ്ട്. ഞങ്ങൾ പറഞ്ഞെന്താണ്? ഈ പ്രിൻസിപ്പൽ രാജിവെക്കണം, അല്ലെങ്കിൽ പ്രിൻസിപ്പലിനെ പുറത്താക്കണം. 1. നമ്പർ 2, കോളേജിന്റെ അഫിലിയേഷൻ പിൻവലിക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോകണം. 2. 3, കോളേജിന്റെ കോളേജ് ഗവൺമെന്റ് ഏറ്റെടുക്കണം. 4, കോളേജിന്റെ അധിക ഭൂമി സർക്കാർ ഏറ്റെടുക്കണം. 4 നിർദ്ദേശങ്ങൾ ഞങ്ങൾ നിലവിടെ വെച്ചിട്ടുണ്ട്. അത് കോൺക്രീറ്റ് ആയ നിർദ്ദേശങ്ങളാണ്, കേരള സമൂഹം അംഗീകരിക്കുന്ന നിർദ്ദേശങ്ങൾ. ശ്രീ എ റഹീം ഇതിനുള്ള മറുപടി ആവശ്യമുണ്ട്. കാരണം ഈ കത്തിനെ ഇതര സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക്, അതായത് CPIM-ന്റെ പ്രതിനിധികളും സർക്കാരിന്റെ പ്രതിനിധികളും അല്ലാത്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളെ രേഖാമൂലം അറിയിച്ചിട്ടുള്ള ഈ കാര്യം ഒരു തട്ടിപ്പാണോ? അറിയിച്ചു എന്ന് അവകാശപ്പെടുന്ന കാര്യം സർവകലാശാല ഒരു കാര്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ, സിൻഡിക്കേറ്റിന്റെ തീരുമാനമായി കഴിഞ്ഞാൽ അത് ഔദ്യോഗിക രേഖയായി മാറി. അത് താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നതിന്റെ ദൗർബല്യമല്ല, എന്റെ മര്യാദയാണ്. ഞാനൊന്ന് പറയട്ടെ. ശ്രീ അഭിലാഷേ, 2 കത്തുകളാണ് വന്നത്. 3 കത്ത് പറയട്ടെ. കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഉണ്ടാവണം, ഫ്രം ഉണ്ടാവണം. പിന്നെ എന്തിനാണ് ഞാൻ ചോദിക്കട്ടെ, എങ്കിൽ പിന്നെ എന്തിനാണ് 3-ാമതൊരു പേപ്പർ നമുക്ക് തന്നത്? അജണ്ടയുടെ ഭാഗമായിരുന്നു. അതിനകത്ത് എന്താ പറഞ്ഞിരുന്നത്? അദ്ദേഹം മലക്കര മേടിക്കുന്ന കാര്യത്തെക്കുറിച്ചാണോ പറഞ്ഞിരുന്നത്? അല്ലല്ലോ. ആ സർവകലാശാലയിൽ ആ കോളേജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചല്ലേ ആ 3-ാമത്തെ കത്തിലും പ്രതിപാദിച്ചിട്ടുള്ളത്. അതെങ്ങനെ രേഖയുടെ ഭാഗമായി വന്നു? അതുകൂടെ പറയും. അഭിലാഷ്, ഞാൻ ഇടയ്ക്ക് പറയില്ല. ശരി, അഭിലാഷയുടെ പറഞ്ഞു. എത്ര പ്രകോപിതനാക്കാൻ നോക്കിയാലും ഇടയ്ക്ക് പറയില്ല. എനിക്ക് എന്റെ അവസരം തരണമെങ്കിലേ ഞാൻ പറയുന്നത്. ഉണ്ടായിരിക്കാൻ പറയണം. അത് വളരെ നിസ്സാരമാണ് കാര്യം. 3 ഡോക്യുമെന്റ് വന്നു എന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ. 2 കത്തും ഒരു ഡോക്യുമെന്റും വന്നു. 3 കത്തല്ല. ഇനി ഇതിൽ 2 കത്തുകളുടെ തന്നെ ആവശ്യമില്ല, 1 കത്ത് തന്നെ മതിയായിരുന്നു എന്ന് സഭയിൽ പൊതു അഭിപ്രായം ഉണ്ടായി. LDFന്റെ അഭിപ്രായം ഉണ്ടായി. തെറ്റിദ്ധരിപ്പിക്കരുത്, പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കരുത്. ബാക്കി അദ്ദേഹം പറയട്ടെ, ഞാൻ പറയുന്നില്ല. അല്ല, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതേ. ശ്രീ എ റഹീം, എന്താണ് നടന്നതെന്ന് താങ്കളുടെ വേർഷൻ പറയൂ. സിൻഡിക്കേറ്റിൽ ഇടതുപക്ഷ CPIM സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് എന്തായിരുന്നതോ? അല്ല പറയട്ടെ. 2 കത്തുകളാണ് വന്നത്. ആ 2 കത്തുകളെ സംബന്ധിച്ച് ഞാൻ വായിക്കാം. എന്തുകൊണ്ട് 2 അഡ്മിറ്റ് ചെയ്തു? കാരണം ഒന്ന് കേക്ക്. 2 കത്തും 2 വിഷയങ്ങളാണ് പ്രതിപാദിച്ചിരുന്നത് എന്നതുകൊണ്ടാണ് സ്വീകരിച്ചത്. 1-ാമത്തെ കത്തിൽ പറയുന്നത് ഇതാണ് അതിന്റെ ഓപ്പറേഷൻ പാർട്ട്. Principal has decided to keep away from all the duties of the principal for a period of 5 years. Not the faculty. ഞാനൊന്ന് പറയട്ടെ സർ. രണ്ടാമത്തെ കത്ത് പ്രിൻസിപ്പാളിന്റെ സ്ഥാനം മാറുന്നതിനെ സംബന്ധിച്ചിട്ടല്ല. അതിങ്ങനെയാണ്.
I may report that as per the direction of the syndicate, the management has decided to debar the principal from all examination related matters, including internal examination, so and so. അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഇത് രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ്. ഇവർക്ക് എന്തായിരുന്നു വേണ്ടത്? ഇത് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാതെ തിരിച്ചയക്കണം. അങ്ങനെ ചെയ്താൽ ഇവർ ഇന്നലെ വരെ പറഞ്ഞത് യാഥാർത്ഥ്യമാകും. എന്താ കാര്യം? ഇതിന് ഔദ്യോഗികമായ രേഖയില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടികളെ വീണ്ടും തെരുവിലിറക്കാം. ഞങ്ങൾ ചെയ്തെന്താ? ഈ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടിനെ സ്വീകരിച്ചു, ഔദ്യോഗിക രേഖയാക്കി. അത് ചെയ്തത് നമ്മുടെ മര്യാദ. എന്നിട്ട് ഞങ്ങൾ വേറെന്താ ചെയ്തത്? അടുത്ത പഴുതടച്ചു. അത് ഞങ്ങളെടുത്ത തീരുമാനം. അവർ ഞങ്ങളോട് പറഞ്ഞിരുന്നില്ല പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കുന്ന കാര്യം. ഞങ്ങൾ പറഞ്ഞു പുതിയ പ്രിൻസിപ്പാളിനെ അടിയന്തരമായി നിയമിച്ച് ഞങ്ങൾക്ക് തിരിച്ച് റിപ്പോർട്ട് ചെയ്യണം. ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ, പ്രിൻസിപ്പാൾ മാറണമെന്നായിരുന്നു ആവശ്യം. പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കണമെന്ന് സർവകലാശാല അനുശാസിക്കുന്നു. അവരത് നിർവഹിക്കാൻ പോകുന്നു. നിർവഹിച്ചേ മതിയാകൂ. ഈ രണ്ട് കാര്യങ്ങളും കഴിഞ്ഞാൽ ഇനിയും എന്ത് വേണമെന്നാണ് ഇവർ പറയുന്നത്? ശരി, അതാണ് ചോദ്യം. കുമാരി ആര്യ വി ജോൺ ഇനി എന്ത് വേണമെന്നാണ് പറയുന്നത്? എന്തുകൊണ്ട് വിശ്വാസമാകുന്നില്ല? ഇത് യൂണിവേഴ്സിറ്റി രേഖയാണ്, ഔദ്യോഗികമായ രേഖയാണ്. 5 വർഷത്തേക്ക് ഡോക്ടർ ലക്ഷ്മി നായർ ലോ അക്കാദമി ലോ കോളേജിൽ അധ്യാപികയുടെയോ പ്രിൻസിപ്പാളിൻ്റെയോ ചുമതലകൾ വഹിക്കില്ല എന്നും അവർ ഇന്റേണൽ അസസ്മെൻ്റ് അടക്കമുള്ള യാതൊരു തരത്തിലുള്ള പരീക്ഷാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുകയില്ല എന്നുള്ളതിൻ്റെ ഔദ്യോഗികമായ സർവകലാശാല തലത്തിലുള്ള രേഖയാണ്. ആ രേഖയ്ക്കപ്പുറത്ത് എന്താണ് വേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കിട്ടിയാൽ വിദ്യാർത്ഥികൾ സമരം അവസാനിപ്പിക്കും? ഞാനത് ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ്. ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ 5 വർഷത്തെ കാലാവധി. ഈ 5 വർഷത്തെ കാലാവധി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ഇത് കേൾക്കുന്നവർക്കൊരു വാശിയായി തോന്നിയേക്കാം ചിലപ്പോൾ. പക്ഷെ ഞങ്ങൾ അത്രത്തോളം അനുഭവിച്ചിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. അത്രത്തോളം പീഡനങ്ങൾ ഞങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ് പറയുന്നത്. ഈ 5 വർഷത്തേക്ക് മാത്രമായിട്ട് ഈ പറയുന്ന പ്രിൻസിപ്പളിനെ മാറ്റി നിർത്താൻ പറ്റില്ലെന്നുള്ളത്. പിന്നെ ഈ യൂണിവേഴ്സിറ്റിയും സർക്കാരും ഒക്കെ കൈയൊഴിയുന്നു എന്ന് പറയുന്നു. ഈ കേരളത്തിലെ ഓരോ പൗരനും ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരേ ഒരു കാര്യമാണ്, നമ്മുടെ ഗവൺമെൻറ്റോ നമ്മുടെ ചീഫ് മിനിസ്റ്ററോ ഒന്ന് നേരിട്ട് മാനേജ്മെൻറ്റിനോട് ഈ പ്രിൻസിപ്പളിനെ ഈ സ്ഥാനത്ത് നിന്ന് പുറത്താക്കൂ അല്ലെങ്കിൽ മാറ്റി നിർത്തൂ എന്ന് ആവശ്യപ്പെട്ടാൽ, അതായത് താൽക്കാലികമായിട്ടല്ല മാറ്റി നിർത്തുമെന്ന് ആവശ്യപ്പെട്ടാൽ ഇത് സിമ്പിളായി പരിഹരിക്കാവുന്ന കാര്യമാണ്. എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ സമരം കൊണ്ട് മാത്രം, ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ശക്തി കൊണ്ട് മാത്രം ഇത്രയധികം പേർ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ടായിരുന്നിട്ടും ഇത്രയധികം സ്വാധീനമുള്ള ഈ വ്യക്തിയെ ഇത്രത്തോളം പബ്ലിക്കിൻ്റെ മുന്നിൽ, ഇത്രത്തോളം ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് അവരുടെ പൊയ്മുഖം മാറ്റി കാണിക്കാൻ പറ്റിയെങ്കിൽ ആ ഒരു സ്ട്രെങ്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ശരി, പക്ഷേ അത് നിയമപരമാകണ്ടേ? ആര്യ, ഒരു നിമിഷം കേൾക്കൂ. 5 വർഷത്തേക്ക് മാറ്റി. എങ്ങനെ മാറ്റി? മാനേജ്മെന്റിനോട് ശക്തമായ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി ഒഴിഞ്ഞു എന്ന് സ്വമേധയാ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് അച്ചടക്ക നടപടിയെടുത്ത് നീക്കാം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആജീവനാന്തകാലം വിലക്കൂ എന്ന് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ആജീവനാന്തകാലം വിലക്കൂ എന്ന് ആവശ്യപ്പെട്ടാൽ ഡോക്ടർ ലക്ഷ്മി നായർ സ്വമനസാലെ അത് അംഗീകരിക്കില്ല. അതായത് അവരൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല. അവർ അവരുടെ തൊഴിലെടുക്കാനുള്ള അവകാശം ചൂണ്ടിക്കാണിച്ച് ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളിൽ പോകാം. ഇവിടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി ഒരല്പകാലം അല്ലെങ്കിൽ ഒരു ടൈം ഡ്യൂറേഷൻ വെച്ച് മാറ്റി നിർത്തുന്നതിനെ സ്വാഭാവികമായും ലീഗലി പ്രതിരോധിക്കാമായിരിക്കാം. പക്ഷേ ഒരാളുടെ തൊഴിലെടുക്കാനുള്ള അവകാശത്തെ ആജീവനാന്തകാലം വിലക്കിയാൽ എത്ര അനായാസം അവർക്ക് നിയമപരമായി ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരാനാകും, എത്ര അനായാസം അവർക്ക് കോടതിയിൽ നിന്ന് ജയിച്ചു വരാനാകും എന്ന് നിയമ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഒരു തോന്നലുമില്ലേ, ഒരാശങ്കയുമില്ലേ? ഇതേ കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. ഈ 5 വർഷത്തേക്ക് മാറി നിൽക്കാമെന്നുള്ള കാര്യം ലക്ഷ്മി നായർ എവിടെയെങ്കിലും സ്വമനസാലെ ഞാൻ 5 വർഷത്തേക്ക് മാറി നിൽക്കാമെന്ന് എവിടെയെങ്കിലും ഡോക്യുമെന്റ്? അത് മാനേജ്മെന്റ് നൽകുന്ന ഉറപ്പാണ്. അത് മാനേജ്മെന്റ് നൽകുന്ന ഉറപ്പാണ്. അവർ സ്വമേധയാ അല്ല മാറുന്നത് എങ്കിൽ ഒരു സംശയവും വേണ്ട, അവർ കോടതിയിൽ പോകും. അവർ സ്വമേധയാ അല്ല മാറുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, അവർ കോടതിയിൽ പോകും. വിജയമാരുടെ പക്ഷത്തായിരിക്കും. നിങ്ങൾ ഏത് ലീഗൽ പോയിന്റിൽ കോടതിയിൽ ഈ കേസ് ജയിക്കും? ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. ഈ 5 വർഷത്തേക്കുള്ള മാറ്റം, അവർക്ക് ഈ 5 വർഷത്തേക്കുള്ള മാറ്റവും കോടതിയിൽ പോയിക്കൂടെ? പോകാം. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുന്നത്, അവർ സ്വമേധയാ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. അങ്ങനെ അവരെ കൊണ്ട് സ്വമേധയാ ഈ തീരുമാനം എടുപ്പിച്ചത് നിങ്ങളുടെ സമരമാണ്, നിങ്ങളുടെ സമരത്തിന്റെ തീക്ഷ്ണതയാണ്, അത് നിങ്ങളുടെ വിജയവുമാണ്. പക്ഷേ അതിനപ്പുറം അവരെ ആജീവനാന്തകാലം വിലക്കണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാവുന്നതനുസരിച്ച് അവരതിന് വഴങ്ങില്ല. ഇവിടെ മാനേജ്മെൻറ്റിൻ്റെയും ഡോക്ടർ ലക്ഷ്മി നായരുടെയും
വഴങ്ങലില്ലാതെ ഈ വിഷയത്തെ എങ്ങനെയാണ് നമുക്ക് പരിഹരിക്കാനാവുക? അതിൻ്റെ സാങ്കേതികത്വങ്ങളെല്ലാം വിട്ടേക്കൂ, എങ്ങനെ പരിഹരിക്കാനാകും? ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു സർവകലാശാലയ്ക്ക് അവരെ റിമൂവ് ചെയ്യാനുള്ള ഒരു അധികാരവുമില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഇരിക്കെ ചെയ്യാൻ കഴിയുന്നത് സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ്. ആ സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നു, നിങ്ങൾ വിദ്യാർത്ഥികളും ചെലുത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അവർ മാറുകയാണ് എന്ന് കാണിച്ച് ഔദ്യോഗികമായി സർവകലാശാലയെ അറിയിച്ചിരിക്കുന്നു. ഇതിനപ്പുറമുള്ള ഒരു സൊല്യൂഷൻ ഒരു വിദ്യാർത്ഥി സമരത്തിൽ എങ്ങനെ സാധിക്കും? ഞാൻ പറയട്ടെ, എനിക്ക് ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇവിടെ മറുപടി പറയാനുള്ളത്. ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ ഇത് ആവശ്യപ്പെടുന്നത്. കാര്യം ഈ 5 വർഷത്തേക്കെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഏതെങ്കിലും ഒരു പരിധിയിൽ ഞങ്ങളുടെ സമരം ഒരു പരാജയത്തിലേക്ക് നീങ്ങിയാൽ പോലും ഞങ്ങൾ ഇപ്പോൾ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ 5 വർഷത്തേക്ക് എന്ന് പറയുന്ന ഈ SFI ഉൾപ്പെടെ നടത്തിയ ഈ വെള്ളം ചേർക്കൽ എന്ന് പറയുന്ന നടപടിയിൽ ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. ഞങ്ങൾക്ക് ഈ പ്രിൻസിപ്പളിനെ ഇനി വേണ്ട. ഈ പ്രിൻസിപ്പളിനെ 5 വർഷത്തേക്കെന്നല്ല, ഞങ്ങൾക്ക് ഈ പ്രിൻസിപ്പളിനെ ഈ പദവിയിലേക്ക് വേണ്ട ഇനി. ശരി, അതാണ് നിലപാട്. ആര്യ, അതിലുള്ള ഒരു പ്രശ്നം ഈ പ്രിൻസിപ്പാളിനെ നീക്കുക എന്നുള്ളത് മാത്രമല്ല, ഭൂമി ഏറ്റെടുക്കുക, അഫിലിയേഷൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൂടിയാണ് സമരം. ഒരുപക്ഷെ ഇപ്പോൾ ഏറ്റവും വലിയ തർക്കം നടക്കുന്നത് ഈ ഭൂമി വിഷയത്തിലുമാണ്. വിദ്യാർത്ഥി സമരം അങ്ങനെ ഒരു രാഷ്ട്രീയ സമരമുഖത്തേക്ക് പരിണമിച്ചിരിക്കുന്നു. അതിനെയും പിന്തുണയ്ക്കുന്നുണ്ടോ? ഇത്തരം ആവശ്യങ്ങളോടൊക്കെ അനുഭാവപൂർണമായ സമീപനമാണോ അവിടുത്തെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്? ഞങ്ങളൊരിക്കലും ഈ പറയുന്ന ഭൂമിയുടെ പ്രശ്നമായാലും മറ്റ് പ്രശ്നങ്ങളും ഒരിക്കലും ഞങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ച കാര്യങ്ങളല്ല. പക്ഷേ ഇതിലെത്രത്തോളം വാസ്തവമുണ്ടെന്നും ഇവർ കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമിയെ പറ്റിയൊക്കെ ഞങ്ങൾ മീഡിയയിൽ കൂടെയാണ് ഞങ്ങൾ അറിഞ്ഞു വരുന്നത്. ഒരിക്കലും ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും മുതലെടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഞങ്ങൾ നിന്നിട്ടില്ല. മറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആസ് എ പേഴ്സൺ, ഞാൻ ഒരിക്കലും വിദ്യാർത്ഥി ഐക്യത്തിൻ്റെ അഭിപ്രായമല്ല പറയുന്നത്. ആസ് എ പേഴ്സൺ എനിക്ക് മീഡിയകളിലൂടെ കാണുമ്പോൾ ചിന്തിക്കുമ്പോൾ ശരിക്കും തോന്നുന്നുണ്ട്, 12 ഏക്കർ ഭൂമി എന്ന് പറയുന്നത് ഒരു കോളേജിന് നടത്താൻ 3 ഏക്കർ മാത്രം വേണ്ടിയുള്ളപ്പോൾ ഞങ്ങളൊക്കെ സാക്ഷികളാണ് സർ. അവിടെ നടക്കുന്ന എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അവരുടെ ബന്ധുക്കളും എല്ലാവരും കൂടെ കുടിയേറി പാർക്കുന്നു, ബിസിനസ് നടത്തുന്നു, ബാങ്കിന് റെന്റിന് കൊടുക്കുന്നു. ഇങ്ങനെ കോളേജിൻ്റെ ക്യാൻറ്റീനാന്ന് പറയുന്നത്, കോളേജിൻ്റെ ക്യാൻറ്റീൻ പോയിട്ട് അത് പബ്ലിക്കിൻ്റെ ഹോട്ടലാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യം നടക്കുമ്പോൾ ഇതൊക്കെ സർക്കാർ തിരിച്ചു പിടിക്കണമെന്ന് പറയുന്ന ഒരു ന്യായമായിട്ടുള്ള ആവശ്യമാണ് എനിക്ക് തോന്നുന്നത്. അത് സർക്കാർ പരിശോധിക്കേണ്ട കാര്യമാണ്. സർക്കാർ പരിശോധിക്കുമെന്നാണല്ലോ നമ്മുടെ വിശ്വാസം. ഷിസിയാർ നീലകണ്ഠൻ, താങ്കൾക്ക് എന്തോ പറയാനുള്ളത്? തീർച്ചയായിട്ടും പറയണ്ട. ഒന്ന്, ആദ്യത്തെ കാര്യം, എൻ്റെ സുഹൃത്ത് A. റഹീം, രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് പറഞ്ഞ് ഈ കാര്യത്തിൽ മുതലെടുക്കണമെന്നല്ല. രാഷ്ട്രീയ കക്ഷികൾ എന്താ ചെയ്യുക? ഒരു രാഷ്ട്രീയ സന്ദർഭം അനുയോജ്യമായി വന്നാൽ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. A. റഹീമിൻ്റെ പാർട്ടി അങ്ങനെ ഒന്നും ചെയ്യാത്തൊരു പാർട്ടിയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ഓരോ അഴിമതി വരുമ്പോഴും ഓരോ പ്രശ്നം വരുമ്പോഴും അത് അവർ ഉപയോഗിക്കും. വിദ്യാർത്ഥി പ്രശ്നം വരുമ്പോഴും ഉപയോഗിക്കും. അല്ലാതെ കുട്ടികളെ റോട്ടിലിറക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്നല്ല പറഞ്ഞത്. അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു ദുരുദ്ദേശമുള്ളതുകൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. രാഷ്ട്രീയ മുതലെടുപ്പ് ആരും നടത്താത്ത വളരെ ഇങ്ങനെയാണോ? അല്ല. ഇവിടെ പ്രശ്നം അതൊന്നുമല്ല. ഇപ്പോൾ ഈ കോളേജിൻ്റെ കാര്യം തന്നെ എടുക്കുക. ഈ കോളേജിൻ്റെ ഇത്രയും കാലത്തെ ഇപ്പോൾ ഭൂമിയുടെ വിഷയമൊക്കെ ഒടുവുണ്ടായതാണ്. ഈ കുട്ടികൾ സമരം ചെയ്തുകൊണ്ട് മാത്രമാണ് ഭൂമിയുടെ വിഷയം പുറത്തേക്ക് വന്നത്. ഈ കുട്ടികൾ സമരം ചെയ്തുകൊണ്ടാണ് അവിടെ അഴിമതിയുടെയും കള്ളപ്പണത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നത്. അല്ലെങ്കിൽ ഇതൊന്നും പുറത്തു വരില്ല. ഇവിടെ ഭരണകൂടങ്ങളുണ്ട്, ഇവിടെ കുറേ കാലമായാലും നടക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്, അതിന് മുമ്പിലത്തെ ഗവൺമെൻറ് ഈ പ്രശ്നങ്ങൾ ലോ അക്കാദമിയിൽ നടന്നു തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഈ കുട്ടികൾ അത് ഉയർത്തിക്കൊണ്ട് വന്നപ്പോഴാണ് ഇപ്പോൾ അന്വേഷണം വരുന്നത്. അല്ലെങ്കിൽ അന്വേഷണമില്ല. സെക്രട്ടേറിയറ്റിൽ നിന്ന് എത്ര ദൂരമുണ്ട് ഈ ലോ കോളേജിലേക്ക്? അപ്പോൾ അവിടെ ഒന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് എല്ലാവർക്കും അറിയാം. ഈ കോളേജിലുള്ള രാഷ്ട്രീയ സ്വാധീനമാണ്. അവിടെയാണ് ആര്യ പറഞ്ഞ പ്രധാന പ്രശ്നം വരുന്നത്. ആര്യ പറഞ്ഞു ഞാൻ വിശ്വസിച്ചോ എന്ന് റഹീം ചോദിച്ചു. ആര്യ പറഞ്ഞത് വിശ്വസിക്കണം. കാരണം സമരം ചെയ്യുന്നത് അവരാണ്. അവരുന്നയിക്കുന്നതാണ് പ്രധാനമായ ആവശ്യം. അവർ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. കാരണം 5 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സിൻഡിക്കേറ്റിൻ്റെ എല്ലാം നിൽക്കട്ടെ, 5 കൊല്ലം കഴിഞ്ഞാൽ ഇവർ പ്രിൻസിപ്പലായി വരില്ല എന്ന് റഹീമിന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആര്യയുടെ ജൂനിയറായി വരുന്നൊരു കുട്ടി, അപ്പോൾ അതിപ്പോൾ എന്തിനാ ഇപ്പം ആലോചിക്കണമെന്നാവും റഹീം പറയണേ. പോരല്ലോ. അവരുടെ ആവശ്യം എന്താ? അവരുടെ ആവശ്യം ഇങ്ങനെ. അനുമതി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. രാജിവെക്കുകയാണെങ്കിൽ തിരിച്ചു വന്നുകൂടെ?
രാജിവെച്ചാൽ അവിടുത്തെ അല്ല, അവിടെയാണ് പ്രശ്നം. അവിടെ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം അല്ല റീ എൻട്രിയുടെ അല്ലല്ല എനിക്ക് അദ്ദേഹം പറയട്ടെ പുതിയ ഞാൻ പറഞ്ഞില്ല ഒരിക്കലല്ല അദ്ദേഹം പറയട്ടെ ശരി ഒരു നിമിഷം ഞാൻ പറഞ്ഞു പ്രൈവറ്റ് കോളേജ് എന്താ ആനുകൂല്യം ഞാൻ പറയാം പ്രൈവറ്റ് കോളേജ് എന്താ ആനുകൂല്യം ഒരു ലീനുമില്ല ഒരു ലീനുമില്ല സാമ്പത്തിക ആനുകൂല്യമല്ല ഒരു ലീനുമില്ല അല്ല ഞാൻ പറയാം അവർക്ക് ഒരു ലീനുമില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ശരി ഒരു നിമിഷം വളരെ ഒരു ലീനുമില്ല വളരെ കൃത്യം അല്ലല്ലോ നമ്മൾ ഒഴിഞ്ഞു കളയരുത് എന്താ വ്യത്യാസം പ്രിൻസിപ്പളോടെ കാണില്ലേ അല്ല പ്രിൻസിപ്പളോടെ കാണില്ലേ അല്ലല്ല റഹീമെ പ്രിൻസിപ്പളോടെ കാണില്ലേ ജ്യോതികുമാർ പ്രിൻസിപ്പളോടെ കാണില്ലേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല ശ്രീ എ റഹീം ഒരു നിമിഷം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർന്നില്ല ചോദ്യം വളരെ നിസ്സാരമാണ് നിങ്ങളൊക്കെ അല്ല താങ്കൾ ഉന്നയിച്ച ചോദ്യം രാജിവെച്ചാൽ എന്തുകൊണ്ട് പുനർനിയമനം നേടിക്കൂടാ എന്നുള്ളത്. ആ പ്രശ്നം ശ്രീ സി ആർ ആ പ്രശ്നം പറയാം. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചില്ല റഹീം. കൃത്യമായി ചെയ്യാൻ കഴിയും. കാരണം സർവകലാശാലയുടെ മുഴുവൻ നിയമങ്ങളും ലംഘിച്ചിരിക്കുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പോയി. ഒരു ദളിതനെ ജാതി പേര് വിളിച്ചു പറഞ്ഞതടക്കമുള്ള ആരോപണങ്ങൾ, ക്രിമിനലായ ആരോപണങ്ങൾ വരെ ഈ പ്രിൻസിപ്പലിനെതിരെ ഉണ്ട്. ക്രിമിനലായ ആരോപണങ്ങൾ. അതിനെതിരെ ഒരു പെറ്റി കേസ് പോലും ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ലല്ലോ. എഫ്ഐആർ ഇട്ടു. അപ്പൊ അതിപ്പോ എത്ര തർക്കം കഴിഞ്ഞിട്ട് അത് എന്ന് വരേണ്ട കേസാ അത്? ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നാൽ കാരണം ഇവിടെ ക്രമക്കേട് ബോധപൂർവം ഒരു പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും ഞാനിപ്പോൾ അതിന് സ്റ്റാറ്റ്യൂട്ട് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ക്രമക്കേട് ചെയ്ത ഒരാളെ ആ പൊസിഷനിൽ ഇരുത്തണ്ട എന്ന് പറയാൻ സർവകലാശാലയ്ക്കും സർക്കാരിനും അധികാരമുണ്ട്. ക്രമക്കേട് ചെയ്തു എന്ന് പറഞ്ഞു തന്നെ. കാരണം കുട്ടികളുടെ പരാതികളുണ്ട്. കുട്ടികളുടെ പരാതികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്റേണൽ ഇടപെട്ടതും കുട്ടികളെ ചീത്ത പറഞ്ഞതും കുട്ടികളെ പല രീതിയിൽ ഉപദ്രവിച്ചതൊക്കെ അതിന്റെ ഒരു മിനിറ്റ് ഞാൻ താങ്കൾ പറഞ്ഞപ്പോഴും ഞാൻ ശ്രദ്ധിച്ചല്ലോ. താങ്കൾക്ക് ഞാൻ പറയുകയും ചെയ്തു. ഇവിടെ ഒരൊറ്റ കാര്യം, ആ ഒരൊറ്റ കാര്യത്തിന്റെ പുറത്ത് ഇവർക്കെതിരെ നടപടിയെടുത്താൽ ഇവരെ പുറത്താക്കാം, ഇവരെ ഡീബാർ ചെയ്യാം. ഇനി നേരത്തെ ചോദിച്ചു ഇപ്പൊ കേസ് കൊടുത്തുകൂടെ? ഇത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. 5 കൊല്ലം കഴിഞ്ഞാൽ ആയിക്കൂടെ? ഭാര്യ ചോദിച്ചല്ലോ, ഇപ്പൊ കേസ് കൊടുത്തുകൂടെ? 5 കൊല്ലം കഴിഞ്ഞാൽ കേസ് കൊടുത്തുകൂടെ? പ്രശ്നം ഇങ്ങനെ ഒരാൾ കേരളത്തിലെ ലോ കോളേജിന്റെ പ്രിൻസിപ്പലായിരിക്കാൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന ഒരൊറ്റ ചോദ്യത്തിന് റഹീം മറുപടി പറഞ്ഞു. പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ ശ്രീ എ റഹീമിലേക്ക് വരികയും ചെയ്യാം. ഒറ്റ നിമിഷം. ശ്രീ JR പത്മകുമാർ, ഈ സമരത്തിന്റെ രാഷ്ട്രീയം കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. നിങ്ങളുടെ നേതാക്കൾ ഡൽഹിയിൽ പോകുന്നു, ആഭ്യന്തരമന്ത്രിയെ കാണുന്നു, കേരളത്തിലെ ക്രമസമാധാന നില ആകെ തകരാറിലാണ് എന്ന് പരാതിപ്പെടുന്നു. ഗവർണറെ കൊണ്ട് കേരളത്തിലെ ക്രമസമാധാന നില സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കൊടുപ്പിക്കാൻ ശ്രമമുണ്ടോ എന്ന് സംശയം തോന്നുന്നു. കാരണം ഗവർണറെക്കുറിച്ചും പരാതി പറയുന്നു. ലോ കോളേജിൽ നടക്കുന്നത് വിദ്യാർത്ഥി സമരമാണ്, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ന്യായവുമാണ്. അക്കാര്യത്തിൽ കേരളത്തിൽ ഒരു കുഞ്ഞിന് പോലും തർക്കമുണ്ടാകില്ല. പക്ഷേ ഈ സമരത്തെ കേരളത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നമാക്കി വളർത്താൻ മാത്രം രാഷ്ട്രീയം കാണുന്നുണ്ടോ? അങ്ങനെയല്ല. ഈ സമരത്തിൽ ഞങ്ങൾ ഇടപെട്ട സാഹചര്യം എന്താണ്? വിദ്യാർത്ഥികൾ അവിടെ സമരം ചെയ്ത് ആ സമരത്ത് കാണാത്ത SFI ഒരു ഇടവേളയ്ക്ക് ശേഷം സമരരംഗത്ത് വരികയും അന്ന് തന്നെ അക്രമം ഉണ്ടാക്കുകയും കോളേജിനകത്ത് കയറി അക്രമം ഉണ്ടാക്കുകയും ഞങ്ങൾ പിന്നെ സമരപ്പന്തൽ വന്ന് പ്രശ്നമുണ്ടാക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ ഞങ്ങൾ തന്നെ ഭയപ്പെട്ടിരുന്നു ഈ സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാൻ അവസാനിപ്പിക്കാൻ SFI മുൻകൈ എടുക്കുമെന്നുള്ളൊരു തോന്നൽ വന്ന സമയത്താണ് വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ വന്നത്. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടല്ല. അതിനുശേഷമാണ് ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുകയും ഇതൊരു വലിയ ഒരു പൊതുജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു സമരമായി മാറിയതും. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, വിദ്യാർത്ഥികൾ അവരുടെ സമരം അവസാനിപ്പിക്കുന്ന ആ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയോടെ സമരം അവസാനിപ്പിക്കും. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ഗവൺമെന്റിന് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് ആരോടാണ് കടമ? വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശം സംരക്ഷിക്കണോ? ഈ മാനേജ്മെന്റിനെ സംരക്ഷിക്കണോ? ഈ ഗവൺമെന്റും ഈ യൂണിവേഴ്സിറ്റിയും നിസ്സഹായാവസ്ഥ കാണിക്കുമ്പോൾ ഈ വിദ്യാർത്ഥികൾ എങ്ങോട്ടാ പോകേണ്ടത്? ശരി, ശ്രീ JR പത്മകുമാർ, ഇന്ന് ആ സമരമുഖത്ത് പെട്രോൾ ദേഹത്തൊഴിച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ കണ്ടു. 1959 ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ അതിശക്തമായ ഒരു സർക്കാർ വിരുദ്ധ സമരമായി ഇതിനെ ആസൂത്രണം ചെയ്യാനുള്ള എല്ലാ ഘടകങ്ങളും എല്ലാ ചേരുവകളും ആയി കഴിഞ്ഞോ? പണ്ട് 59 അങ്കമാലി വലിയ തുറ എന്നൊക്കെ പറഞ്ഞതുമാതിരി ഇനി ചരിത്രം എഴുതുമ്പോൾ പേരൂർക്കട എന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഇടപെടൽ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലേക്കുള്ള ഒരു രാഷ്ട്രീയ സമര ഭൂമിയാക്കി ഈ പേരൂർക്കടയെ മാറ്റുകയാണോ എന്നാണ് എൻ്റെ ആശങ്ക, അല്ലെങ്കിൽ എൻ്റെ ചോദ്യം. അല്ലല്ല, ഈ ഗവൺമെന്റും ഭരണകൂട യൂണിവേഴ്സിറ്റി നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുമ്പോൾ
പെട്ടെന്നുണ്ടായ ഒരു വികാര വിക്ഷോഭം കൊണ്ട് ഉണ്ടായതായിരിക്കാം. അല്ലാതെ ഈ ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ CPIയുടെ വിദ്യാർത്ഥി സംഘടന എന്തിനാ സമരം ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ASFന്റെ ഒരു പ്രവർത്തകനും ഈ മണ്ണെണ്ണ പെട്രോൾ ദേഹത്തൊഴിച്ചതിലുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഗവൺമെന്റിനെതിരായ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെ ന്യായമായ അവകാശം സംരക്ഷിക്കാൻ ഗവൺമെന്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയും പരാജയപ്പെടുന്ന സമയത്ത് ഈ ജനരോക്ഷം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ രോക്ഷം, യുവാക്കളുടെ രോക്ഷം അണപൊട്ടി ഒഴുകുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. ഈ ഗവൺമെന്റും അതുപോലെ യൂണിവേഴ്സിറ്റി ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടല്ലോ. നേരത്തെ CR നീലകണ്ഠൻ സൂചിപ്പിച്ച SC/ST ആക്ട് അനുസരിച്ച് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്, FIR രജിസ്റ്റർ ചെയ്തു. എന്ത് തുടർ നടപടിയായി? ആ പരാതി കൊടുത്ത ASFന്റെ ചെറുപ്പക്കാരൻ പറഞ്ഞത് എന്താ? അദ്ദേഹത്തിനോട് ചോദിച്ചത് ലക്ഷ്മി നായുടെ സാരിയുടെ കളറ്, കാറിന്റെ ഏത് മോഡല്, ഇത്തരത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ ചോദിച്ച് ഇതിനെ മൂടി വയ്ക്കാൻ ശ്രമിക്കാതെ അതിൽ നടപടിയെടുത്തിരുന്നുവെങ്കിലും ഈ മാനേജ്മെന്റ് സമ്മർദ്ദത്തിലാകുമായിരുന്നു. തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നു. അപ്പൊ ഗവൺമെന്റും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ പിന്തുണയ്ക്കുന്ന വിദ്യാർത്ഥി സംഘടനയും ഈ വിദ്യാർത്ഥികൾക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് അപകടകരമായ അവസ്ഥയിൽ പോകും. ഈ CPIയുടെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, കൈവിട്ടു പോകും. ആ കൈവിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെന്റാണ്. അതെ, ശ്രീ A. റഹീം, കൈവിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെന്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എന്താണ് തർക്കം? ഇവിടെ വിദ്യാർത്ഥികൾ 28 ദിവസമായി തെരുവിലാണ്. രാഷ്ട്രീയ പാർട്ടികളെ, സമരം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെ വിട്ടേക്കൂ. ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ തന്നെ ആര്യ പറയുന്നതിനാണ് ഏറ്റവും അധികം നമ്മൾ ചെവി കൊടുക്കേണ്ടത്. കാരണം അവരുടെ അനുഭവമാണ്, അവർ ആ വിഷയത്തിലാണ് സമരം ചെയ്യുന്നതും. അവരെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റിയുടെ രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു, എടുത്തിട്ടുള്ള നടപടികൾ വിശദീകരിക്കുന്നു. അവിടെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഒരാളെപ്പോലും കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ. SFI സമരത്തിൽ നിന്ന് പിൻവാങ്ങിയിട്ടും എന്തുകൊണ്ടാണ് കോളേജ് തുറക്കേണ്ടതില്ല എന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചത്? SFI സമരത്തിൽ നിന്ന് പിൻവാങ്ങിയത് കൊണ്ട് ഒരൊറ്റ കുട്ടിയും കോളേജിൽ കയറില്ല എന്ന നല്ല ബോധ്യമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. എന്തുകൊണ്ടാണ് ലോ അക്കാദമി, ലോ കോളേജിലെ വിദ്യാർത്ഥികളെ ഒരാളെപ്പോലും നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ കഴിയാത്തത്? അഭിലാഷേ, ഈ വിശ്വസിച്ചവരുടെയും വിശ്വസിക്കാത്തവരുടെയും സെൻസസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അത് എൻ്റെ ഭാഗമല്ല. 2, അവിടെ എന്തുകൊണ്ടാണ് കോളേജ് തുറക്കാതിരുന്നത്? മാനേജ്മെൻ്റ് എടുത്ത തീരുമാനമാണ്. പക്ഷേ കോളേജ് തുറക്കാതിരുന്നത് നല്ലതായി എന്ന വ്യക്തിപരമായ അഭിപ്രായക്കാരനാണ് ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരാളാണ് അഭിലാഷേ. JR പത്മനാഭനെ എനിക്കറിയാം, ശ്രീ ജ്യോതികുമാറിനെ അറിയാം. പിന്നെ തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയത്തെ കുറേ കാലമായി നന്നായിട്ട് എനിക്കറിയാമേ. അത് അഭിലാഷനും അറിയാലോ. ഇവരെന്തിനായിരുന്നു പരിപാടി? കേരളത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധമുള്ള ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള ഒരു പോലീസ് അട്രോസിറ്റി ക്ഷണിച്ചു വരുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനുമുള്ള സംഘടിതമായ ഗൂഢാലോചന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോളേജ് തുറന്നാൽ അതിലേക്ക് വരുന്ന കുട്ടികളെ തടയുന്നതിന് വേണ്ടിയും ആസൂത്രിതമായ ഓരോ ദിവസമാണ്. ഞാൻ അതിലേക്ക് കൂടുതലായി പോകുന്നില്ല. ഞാൻ ഒറ്റ കാര്യം മാത്രം അഭിലാഷിനോട് പറയുന്നു. ഈ ചർച്ചയുടെ നിജസ്ഥിതിയൊന്നും വേണ്ട. നിങ്ങളുടെ ചാനലിൽ തന്നെ ആര്യ ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്, ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ ആവശ്യമായി മുന്നോട്ട് വെച്ചത് നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് കാണിക്കുക. ഓരോ ഘട്ടത്തിലും ആവശ്യങ്ങൾ മാറുകയാണ്. ഓരോ ഘട്ടത്തിലും ആവശ്യങ്ങൾ പലയാവർത്തി മാറുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിയമപരമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും എന്തേ ഇതുതന്നെയായിരുന്നു വിമോചന സമരത്തിൻ്റെ കാര്യവും. ഇതുതന്നെയായിരുന്നു അന്ന് വിമോചന സമരത്തിൻ്റെ കാലത്ത് നെഹ്റു കേരളം സന്ദർശിക്കാൻ വേണ്ടി വന്നു. അപ്പം നെഹ്റുവിൻ്റെ മുമ്പിൽ നെഹ്റു ഇവിടെ തിരുവനന്തപുരത്ത് ഇറങ്ങിയിട്ട് രാജ്ഭവനിലേക്ക് പോകുന്ന വഴി റോഡ് സൈഡും മുഴുവൻ പ്രതിഷേധക്കാരായിരുന്നു. അങ്ങെത്തിയിട്ട് EMSനോട് നെഹ്റു ചോദിച്ചതായി ചരിത്രം പറയുന്നത്, ഇത്രയും ആൾക്കാരെ നിങ്ങൾക്കെങ്ങനെ ഇത്രയും ചെറിയ കാലയളവ് കൊണ്ട് ശത്രുക്കളാക്കി തീർക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു. ഇതായിരുന്നു അന്ന് അദ്ദേഹത്തിനും ചോദിച്ച ചോദ്യം. ഏതാണ്ട് ഇതുപോലൊരു ചോദ്യം തന്നെയാണ് അഭിലാഷിനോ വേറൊരാൾക്കോ ഇത് തോന്നുന്നത്. എന്തുകൊണ്ട് അന്ന് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം തെറ്റായിരുന്നു എന്ന് പിന്നെ കാലം തെളിയിച്ചോ? എന്തായിരുന്നു തെറ്റ്? ശരി, ആ സാഹചര്യം ഇപ്പോഴും ഉണ്ടോ എന്നാണ് A. റഹീം പറയുന്നത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശരിയാണോ കോൺഗ്രസ്, CPI, BJP മുന്നണി വിമോചന സമരത്തിന് സമാനമായ വിധത്തിൽ സർക്കാർ വിരുദ്ധ സമരം ആസൂത്രണം ചെയ്തു കഴിഞ്ഞോ? ഇതൊക്കെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഈ കുട്ടികൾ സമരരംഗത്തേക്ക് വന്നു. അവർ പറയുന്നത് ന്യായമാണെന്ന് SFIക്ക് ഉൾപ്പെടെ കോൺഗ്രസിനുൾപ്പെടെ CPMനുൾപ്പെടെ ബോധ്യപ്പെട്ടതാണ്. അവർ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പുറകോട്ട് പോയി. എന്താണ് കാരണം? ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയം റഹീമിനും അഭിലാഷിനും മനസ്സിലാകും. കാരണം ഇവിടെ CPI കാരനായിരുന്നു ശ്രീ നാരായണൻ നായർ സാർ.
സാറ് അതിൽ നിന്ന് സാറിനെ CPI കൈവിട്ടു. ഇപ്പോൾ CPM കോലിക്കോട് കൃഷ്ണൻ നായർ അവിടെ ആളാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ജയകുമാർ അവിടുത്തെ CPM-ന്റെ ആളാണ്. ലക്ഷ്മി നായർ CPM ആണ്. CPM-ന്റെ ലേബലിലാണ് നാഗരാജ് നാരായണൻ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിലായിരിക്കും, ഫോറസ്റ്റ് സ്റ്റാൻഡിംഗ് കൗൺസിലായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സമരത്തെ ഇതിനെ എതിർക്കുന്ന ആരൊക്കെയാണ്? ഒന്ന് CPI. അപ്പോൾ CPI വകവരുത്തണം പിണറായി വിജയന്. 2 VS അച്യുതാനന്ദൻ, അദ്ദേഹത്തെ വകവരുത്തണം. BJP സമരരംഗത്ത് അവരെ വകവരുത്തണം. പ്രതിപക്ഷ സമരരംഗത്ത് അവരെ വകവരുത്തണം. അതിനു വേണ്ടി എന്ത് വിടുപണി ചെയ്തും ലക്ഷ്മി നായരെയും നാരായണൻ നായരെയും നിലനിർത്താൻ വേണ്ടി CPI നടന്ന ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണിത്. അതിൽ നഷ്ടപ്പെടുന്നത് ഈ വിദ്യാർത്ഥികളുടെ ജീവിതമാണ്. അത് നശിപ്പിക്കാനാണ് വിദ്യാർത്ഥികളുടെ ജീവിതം നശിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീ എ റഹീം, അവസാനമായി എനിക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് അവസാനമായുള്ള ഒറ്റ ചോദ്യം കൂടി. നാളെ മുഖ്യമന്ത്രി വിദേശത്ത് പോവുകയാണ്. സർക്കാർ ഇടപെടേണ്ട തരത്തിലേക്ക്, അതായത് മുഖ്യമന്ത്രി തന്നെ ഇടപെടേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി ഒരു വശത്ത്, ക്രമസമാധാന തകർച്ച മറ്റൊരു ഭാഗത്ത്. നാളത്തെ ക്യാബിനറ്റ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിന് പോവുകയാണല്ലോ. നാളെ തന്നെ ഇതിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും പരമാവധി കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സൊല്യൂഷന് സർക്കാർ മുൻകൈ എടുക്കേണ്ടേ? അക്കാര്യത്തിൽ വാശിയുണ്ടോ? ചർച്ചയുടെ ആദ്യത്തിൽ ഞാൻ പറഞ്ഞിടത്തേക്ക് തിരിച്ചു പോവാണ്. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല അഭിലാഷേ. ഇത് വളരെ ആസൂത്രിതമാണ്, ബോധപൂർവമാണ്. അതിന്റെ പിന്നിൽ നിൽക്കുന്നത് കോൺഗ്രസും BJP-യുമാണ്. അവർക്ക് രാഷ്ട്രീയമായ അജണ്ടയുണ്ട്. ആ രാഷ്ട്രീയമായ അജണ്ടയുണ്ട്. ആ രാഷ്ട്രീയമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മുട്ടാപ്പോക്കുകൾ പറഞ്ഞ് ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ഉന്നയിച്ച് ഒരാവശ്യത്തിൽ നിന്ന് വേറൊരാവശ്യത്തിലേക്ക് കാര്യങ്ങൾ കടത്തി ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് നിൽക്കുകയാണ്, കത്തിക്കാൻ നിൽക്കുകയാണ്. കേരളത്തെ കത്തിക്കാനുള്ള സംഘടിതമായ നീക്കമാണ്. അഭിലാഷേ, ഇവിടെ ഇപ്പൊ പോകുന്ന ഒരു വലിയ സ്ട്രോളുണ്ട്, നിങ്ങളുടെ ഫ്ലാഷ്. അവിടെ പോകുന്ന വഴിയിൽ കുഴഞ്ഞു വീടൊരു പാവം മരിച്ചു. എന്താ ശ്രീ വി എം സുധീരന്റെ സുധീരൻ പഴയൊരു കാലം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു മുൾജിയും മുരളിയും ഈ ഷുക്കൂറിന്റെ പേരിൽ നാളെ അത് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞിട്ട് പോയി കൊടിയിടാതിരുന്നാൽ കൊള്ളാം. നമുക്ക് അത്തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകാൻ സമയമില്ല. എന്തായാലും ഈ സമരം അവസാനിപ്പിക്കാറായിരിക്കുന്നു. അതിന്റെ സർക്കാർ ഇടപെടണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ വിദ്യാർത്ഥികളുടെ ഇനിയും പരിഹരിക്കേണ്ട എല്ലാ ആവശ്യങ്ങളും വിദ്യാർത്ഥികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിദ്യാർത്ഥി താല്പര്യം പരിഗണിച്ചുകൊണ്ട് തീർക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാകാനിടയില്ല. വളരെ നന്ദി ശ്രീ എ റഹീം, ശ്രീ JR പത്മകുമാർ, കുമാരി ആര്യ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ CR നീലകണ്ഠൻ ചർച്ചയിൽ പങ്കെടുത്തതിന്.